ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്ന ഒരു പ്രാവശ്യം കൂടി ദൈവസന്നിധിയിലേക്ക് ദൈവവചന പഠനത്തിനായി സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും ഒരുക്കിയത് ഓർത്ത് വലിയവനായ ദൈവത്തിന് നമുക്ക് സ്തോത്രം കരേറ്റാം. തിരുവചനം പഠിക്കുവാൻ ദൈവമായ കർത്താവ് ഇതുപോലെ ഒരു സംവിധാനം ഒരുക്കിയത് ഓർത്ത് കർത്താവിന് നമുക്ക് നന്ദി കരേറ്റാം. വചനത്തിന്റെ പൊരുളുകളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എങ്കിൽ പലപ്പോഴും അത് അക്ഷരമായി മാത്രം നമ്മുടെ ജീവിതത്തിൽ വായിച്ച് അതിന്റെ ആമേൻ സ്തോത്രം പുറമേയുള്ള സന്തോഷം അനുഭവിക്കാൻ കഴിയുമെന്നുള്ളതിനേക്കാൾ നമുക്ക് ആഴത്തിലുള്ള മർമ്മങ്ങളെ ഗ്രഹിക്കുവാൻ പലപ്പോഴും സാധ്യമല്ല. ദൈവത്തിന്റെ വചനം പരിശുദ്ധാത്മാവിൽ നമുക്ക് സ്വർഗത്തിലെ ദൈവം ഗ്രഹിപ്പിച്ചു തരുമ്പോഴാണ് ദൈവവചനം ആധികാരികമായി നമ്മുടെ ജീവിതത്തിൽ അവൻ എഴുതപ്പെട്ട ലോഗോസ് എന്ന വചനം രേമ എന്ന ദൈവശക്തിയായി നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ദൈവത്തിന്റെ വചനത്തിൽ എപ്രകാരം പറയാനിടയായി തീർന്നു, വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് അതിന്റെ പ്രവൃത്തിക്ക് വേണ്ടി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനം ചൊല്ലുന്നു. ഈ രാത്രികാലം നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവവചനം വായിക്കുവാൻ ആമേൻ സ്തോത്രം. പ്രിയപ്പെട്ടവർ ഇതുവരെയും ലിങ്ക് ചെയ്തിട്ടില്ല. ആമേൻ സ്തോത്രം. അതിന് ആമേൻ സാധിക്കുന്ന പ്രിയപ്പെട്ടവർ ദൈവവചന വാക്യങ്ങൾ പറയുമ്പോൾ വായിക്കണമെന്ന് കർത്തൃനാമത്തിൽ ഓർപ്പിക്കുകയാണ്. ഇതൊരു ആമേൻ സ്തോത്രം മെസ്സേജ് മാത്രമല്ല, ഇത് ദൈവവചന പഠനമായതുകൊണ്ട് ദൈവവചനങ്ങൾ അനവധി ഉണ്ട്, അത് വായിക്കേണ്ട ആവശ്യകതയുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വായിച്ച് സഹായിക്കണമെന്ന് കർത്തൃനാമത്തിൽ ഓർപ്പിക്കുന്നു. റെഗുലറായി വായിക്കുന്നവർ ഇതുവരെയും ലിങ്ക് ചെയ്തിട്ടില്ല. ആമേൻ സ്തോത്രം. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാരംഭമായി ചിന്തിക്കുന്ന ദൈവവചനം പത്രോസ് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് കർത്തൃകൃപയിൽ ആശ്രയിച്ച് ആരംഭിക്കാം. 1 Peter chapter 4 verse 1. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് കൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പീൻ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സാക്ഷാൽ ക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ച് നമ്മെ പഠിപ്പിച്ച് ജീവിതത്തിലൂടെ കാണിച്ചു തന്നു മാതൃകയാക്കുവാൻ ദൈവസഭയോട് അപ്പോസ്തലനായ പൗലോസ് ഉപദേശിക്കുമ്പോൾ ആമേൻ ക്രിസ്തു ജഡത്തിൽ ഈ ദൈവത്തിന്റെ വചനം എപ്രകാരം പ്രാവർത്തികമാക്കി എന്നും അത് നമ്മുടെ ജീവിതത്തിൽ എപ്രകാരമാണ് അനുഗ്രഹമായി തീരുവാനിടയാകുന്നതെന്നും ഈ രാത്രികാലം ദൈവകൃപയിൽ ആശ്രയിച്ച് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ആമേൻ സ്തോത്രം. കാരണം ഈ ദൈവവചനങ്ങൾ എന്ന് പറയുന്നത് ആമേൻ നമ്മുടെ ഭൗതിക ജീവിതത്തിന്റെ ഏതെങ്കിലും വിഷയത്തിലുള്ള വിടുതലിനേക്കാൾ നമ്മുടെ നിത്യതയോടുള്ള ബന്ധത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന, കാരണം ക്രിസ്തീയ ജീവിതം അന്ത്യത്തോളം നിലനിൽക്കണമെങ്കിൽ നമുക്ക് അനുകൂലമല്ലാത്ത ഒരു ലോകത്തിൽ, പാപപങ്കിലമായ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നൊരു തിരിച്ചറിവ് എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ ആ പാപത്തോട് നമ്മൾ സന്ധി ചെയ്തുകൊണ്ടല്ല ജീവിക്കുന്നത്, എപ്പോഴും അതിനോട് നമുക്ക് ആമേൻ ഒരു പോരാട്ടവും എതിർപ്പും ഒക്കെ ഉണ്ട്. അപ്രകാരമെങ്കിൽ ആമേൻ ആ തിന്മയുടെ നടുവിൽ ആമേൻ വിശുദ്ധിയോടെ ജീവിക്കുവാൻ നമുക്ക് ദൈവത്തിന്റെ കൃപ ആവശ്യമുണ്ട്. ഈ രാത്രികാലം നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. എപ്രകാരം ക്രിസ്തുയേശു ജഡത്തിൽ ഈ ലോകത്തിൽ ആരോഗ്യകരമായ ഒരു ജീവിതം നയിപ്പാൻ ഇടയായോ, സമാനമായ ഒരു അനുഭവമാണ് ദൈവം നമ്മളിലൂടെയും ആഗ്രഹിക്കുന്നത്. കാരണം യേശു പോയ അതേ പാതയിലൂടെയാണ് അവൻ കഷ്ടം അനുഭവിച്ച് മഹത്വത്തിലേക്ക് കടന്നതുപോലെ ഞാനും നിങ്ങളും ക്രിസ്തീയ ജീവിതത്തിൽ വചനം അനുസരിക്കുന്നതിനാൽ ആമേൻ കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോഴും നിത്യതയുടെ പാതയിലാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ദൈവകൃപയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാം. കഷ്ടങ്ങൾക്ക് സ്ഥാനമുണ്ട്, എല്ലാ ദുഃഖങ്ങൾക്കും ഹേതുവുണ്ട്. കഷ്ടങ്ങൾക്ക് സ്ഥാനമുണ്ട്, എല്ലാ ദുഃഖങ്ങൾക്കും ഹേതുവുണ്ട്. ദൈവസ്നേഹം അറിഞ്ഞവർക്കും ദൈവവിളി ലഭിച്ചവർക്കും നന്മയ്ക്കായി വ്യാപരിപ്പാൻ വിശ്വാസത്തിൻ ശോധനയാൽ കഷ്ടങ്ങൾക്ക് സ്ഥാനമുണ്ട്, എല്ലാ ദുഃഖങ്ങൾക്കും ഹേതുവുണ്ട്. കഷ്ടങ്ങൾക്ക് സ്ഥാനമുണ്ട്, എല്ലാ ദുഃഖങ്ങൾക്കും ഹേതുവുണ്ട്. കുശവന്തൻ കരങ്ങളിലെ കളിമണ്ണു പോൽ നമ്മെ താൻ, കുശവന്തൻ കരങ്ങളിലെ കളിമണ്ണു പോൽ നമ്മെ താൻ രൂപവും ഭാവവുമേകി
നിരന്തരം പണിയുകയായി. രൂപവും ഭാവവുമേകി നിരന്തരം പണിയുകയായി. ദൈവസ്നേഹം അറിഞ്ഞവർക്കും ദൈവവിളി ലഭിച്ചവർക്കും നന്മയ്ക്കായി വ്യാപരിപ്പാൻ വിശ്വാസത്തിൻ ശോധനയാൽ കഷ്ടങ്ങൾക്ക് സ്ഥാനമുണ്ട്, എല്ലാ ദുഃഖങ്ങൾക്കും ഹേതുവുണ്ട്. കഷ്ടങ്ങൾക്ക് സ്ഥാനമുണ്ട്, എല്ലാ ദുഃഖങ്ങൾക്കും ഹേതുവുണ്ട്. കഷ്ടതകൾ സഹനത്തെയും സഹിഷ്ണുത സിദ്ധതയെയും, കഷ്ടതകൾ സഹനത്തെയും സഹിഷ്ണുത സിദ്ധതയെയും പരിജ്ഞാനം പ്രത്യാശയെയും വിശ്വാസത്താൽ ജ്വലിപ്പിക്കയാൽ, പരിജ്ഞാനം പ്രത്യാശയെയും വിശ്വാസത്താൽ ജ്വലിപ്പിക്കയാൽ ദൈവസ്നേഹം അറിഞ്ഞവർക്കും ദൈവവിളി ലഭിച്ചവർക്കും നന്മയ്ക്കായി വ്യാപരിപ്പാൻ വിശ്വാസത്തിൻ ശോധനയാൽ കഷ്ടങ്ങൾക്ക് സ്ഥാനമുണ്ട്, എല്ലാ ദുഃഖങ്ങൾക്കും ഹേതുവുണ്ട്. കഷ്ടങ്ങൾക്ക് സ്ഥാനമുണ്ട്, എല്ലാ ദുഃഖങ്ങൾക്കും ഹേതുവുണ്ട്. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ ഞങ്ങളുടെ കൂടെ ദിനംതോറുമുള്ള നല്ല നാഥനെ നന്ദിയോടെ ഞങ്ങൾ നിന്നെ വാഴ്ത്തുകയാണ്. ദൈവിക കൂട്ടായ്മയിലേക്ക് ഞങ്ങളെ വിളിച്ചതയും വിശ്വസ്തനാകൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ ജീവിതയാത്രയിൽ കർത്താവെ, ഓരോ ദിവസവും ഞങ്ങൾക്ക് വേണ്ട നന്മകളും സംരക്ഷണവും നൽകി തന്ന് ആശ്വാസവും സമാധാനവും തന്ന് ഈ ലോക ജീവിതത്തിൽ കർത്താവ് ഞങ്ങളെ പരിപാലിക്കുന്നത് ഓർത്ത് സ്തോത്രം. ഞങ്ങളുടെ ഉള്ളിൽ പകർന്ന വെളിച്ചത്തിനായി സ്തോത്രം. കർത്താവെ, ഇരുൾ ബാധിച്ചിരിക്കുന്ന ഈ ലോകത്തിൽ നിന്റെ വെളിച്ചത്തിൽ നടക്കുവാൻ നിന്റെ സത്യത്താൽ ഞങ്ങളെ വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കണമെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ വ്യസനത്തിനുള്ള മാർഗമുണ്ടോ എന്ന് നോക്കി ഞങ്ങളെ ശാശ്വത മാർഗത്തിൽ നടത്തണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നിന്റെ വരവെങ്കിൽ ഞങ്ങൾ നിന്നെ പോലെ കാണേണ്ടതാകൊണ്ട് ആ ഭാഗ്യകരമായ പ്രത്യാശയോടെ ഈ ലോകത്തിൽ ജീവിക്കുവാൻ, അങ്ങ് ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ ലോകം എങ്ങനെ അങ്ങയെ കാണുവാൻ ഇടയായോ അത് തന്നെയാണല്ലോ ഞങ്ങൾക്കും ഈ ലോകത്തിൽ നേരിടേണ്ടി വരുന്നത്. അവിടെ ഒന്നും ഞങ്ങൾ നിരാശപ്പെട്ടു പോകാതെ, ദൈവത്തിന്റെ വിളിയെ ചോദ്യം ചെയ്യുന്നവരാകാതെ ആ തെരഞ്ഞെടുപ്പിൻ പ്രകാരം ജീവിപ്പാൻ കൃപ പകരണമേ. ഈ രാത്രികാലം വചനത്തിന്റെ വാതിലുകളെ അവിടുന്ന് തുറന്നു തരണമേ. അത് ഞങ്ങളെ കൃപയിൽ വളർത്തുമാറാക്കണമേ. ഞങ്ങളിൽ പരിജ്ഞാനം വർദ്ധിച്ചു വരുവാൻ ഇടയാക്കണമേ. കർത്താവെ, ഭേദങ്ങളെ ഞങ്ങൾ തിരിച്ചറിയുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിനോടുള്ള സ്നേഹം ഞങ്ങളിൽ വർദ്ധിച്ചു വരുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലിങ്ക് ചെയ്യപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം കരയേറ്റുന്നു. ഇനിയും ലിങ്ക് ചെയ്യാനുള്ളവർക്ക് വേണ്ടിയും കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും വേഗത്തിൽ കൂട്ടി വരുത്തി ഞങ്ങൾക്ക് ദൈവസന്നിധിയിൽ ഒരുമിച്ച് ആനന്ദിക്കുവാനും ദൈവത്തിന്റെ വചനം പഠിക്കുവാനും കൃപ പകരണമേ. അങ്ങയുടെ ജനത്തെ ശുശ്രൂഷപ്പാൻ ഈ ദാസന് കൃപ തരണമേ. ജനത്തിന്റെ ഉള്ളിൽ മനസ്സൊരുക്കം നൽകണമേ കർത്താവേ. ഒരുമിച്ച് ഞങ്ങളെ ഈ രാത്രി അനുഗ്രഹിക്കും. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുക്രിസ്തുവിന് അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ഈ വാക്യത്തിന്റെ പ്രാരംഭ കാര്യങ്ങൾ ചിലത് ചിന്തിപ്പാൻ ദൈവം കൃപ തന്നു. നാം ചിന്തിക്കുന്നത് പത്രോസ് എഴുതിയ 1-ാം ലേഖനം 4:1 ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പീൻ. അപ്പോസ്തലനായ പത്രോസ് ഈ വാക്യം പറയുമ്പോൾ തന്നെ ഒരു യുദ്ധത്തിന് നിൽക്കുന്ന പടയാളിയോടുള്ള ബന്ധത്തിലാണ് അവൻ ഈ വാക്യത്തെ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഒരു ആയുധം ധരിച്ചു നിൽക്കുക എന്ന് പറയുമ്പോൾ ഒരു ചെറുത്ത് നിൽപ്പോ അല്ലെങ്കിൽ ഒരു ഡിഫെൻഡിങ്ങോ അവിടെ ഉണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമുക്ക് ഈ ലോകത്തിൽ ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ പലവിധ കഷ്ടങ്ങൾ ജീവിതത്തിൽ കടന്നു വരാം. വിശ്വാസ സംബന്ധമായി നമുക്ക് കഷ്ടങ്ങൾ കടന്നു വരാം, പരിശോധനകൾ നമുക്ക് കടന്നു വരാം. എന്നാൽ ഇവിടുത്തെ വിഷയം അതൊന്നുമല്ല. ഇവിടുത്തെ വിഷയം പാപത്തോടുള്ള ബന്ധത്തിലാണ്. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ആരും ഇതിൽ നിന്ന് അതീതരല്ല. ആ ഒരു ചിന്ത എപ്പോഴും നമ്മെ ഭരിക്കണം. എപ്പോഴും പാപത്തിന് സാധ്യതയുള്ള ഒരു ലോകത്തിലാണ്, എപ്പോഴും നമ്മെ പാപം വീഴ്ത്താൻ എല്ലാ രീതിയിലും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നൊരു തിരിച്ചറിവ് എപ്പോഴും നമ്മിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് പാപത്തെ വെറും ഒരു ബലഹീനതയായി കാണുകയോ
അതിനെ നിസ്സാരവൽക്കരിക്കുകയോ ലാഘവ ബുദ്ധിയോടെ കാണുകയോ ചെയ്യരുത്. ദൈവത്തിന്റെ മക്കളെ ഓർപ്പിക്കട്ടെ, പാപത്തെ വളരെ ഗൗരവത്തോടെയാണ് ഞാനും നിങ്ങളും കാണേണ്ടത്. അതിനെ നിസ്സാരവൽക്കരിക്കുകയോ അത് വെറും ഒരു ബലഹീനതയായി ആമേൻ സ്തോത്രം എണ്ണുകയോ ചെയ്യാതെ ആമേൻ സ്തോത്രം അത് വളരെ ആമേൻ ശ്രദ്ധയോടെ വിവേകത്തോടെ പരിജ്ഞാനത്തോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് പാപം എന്നത്. ക്രിസ്ത്യാനിക്ക് പാപവുമായി താതാത്മ്യം പ്രാപിപ്പാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വീണ്ടും ജനിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് കൊണ്ടോ നമ്മൾ ആരും അതീതരാണെന്ന് ചിന്തിക്കരുത്. നമുക്ക് അതീതരെന്നുള്ള അർത്ഥം, ഞാൻ പറയുന്നതിന്റെ അർത്ഥം എപ്പോഴും അതിൻ്റെ മേൽ നമ്മെ സ്വാധീനിക്കാനുള്ള ഒരു ഇൻഫ്ലുവൻസിങ് കാര്യമാണ് പാപം എന്ന് പറയുന്നത്. കാരണം നമ്മൾ ജീവിക്കുന്നത് ഈ ജഡത്തിലായതുകൊണ്ട്. അതാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത്. ദൗർബല്യങ്ങളുള്ള ഒരു ജഡത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. ദൈവം തരുന്ന കൃപ കൊണ്ടും ആത്മാവിന്റെ ശക്തി കൊണ്ടുമാണ് ഈ ജഡത്തിൽ നാം ജീവിക്കുമ്പോൾ പല കാര്യങ്ങളും മറ്റുള്ളവരിൽ നമ്മെ വ്യത്യസ്തരാക്കി മാറ്റുന്നത്. എന്നാൽ ഈ ശരീരത്തിന് രൂപാന്തരം വരുന്നത് വരെ ജഡം ബലഹീനമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നാം എപ്പോഴും ദൈവത്തോട് കൃപയ്ക്ക് വേണ്ടി യാചിക്കുന്നത്. ആമേൻ. ദയയും കരുണയും ഒക്കെ ദൈവത്തോട് നമ്മെ യാചിക്കുന്നത് അതുകൊണ്ടാണ്. യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള പ്രതിരോധ മനോഭാവവും ഒരു വിരക്തിയും ഇല്ലെങ്കിൽ നാം അറിയാതെ പാപത്തിലേക്ക് വഴുതി വീഴാൻ സാധ്യതയുണ്ട്. ആമേൻ. വളരെ ശ്രദ്ധിക്കണമേ. പ്രതിരോധ മനോഭാവം, പാപത്തോട് എപ്പോഴും ഒരു വിരക്തി, തിന്മയോടൊരു വിരക്തി നമുക്ക് എപ്പോഴും ഉണ്ടാകണം. കാരണം തിന്മ അല്ലെങ്കിൽ പാപം എന്ന് പറയുന്നതിൽ ചില ജഡിക സുഖങ്ങളും അനുഭൂതികളും ഉണ്ട് എന്ന് നമ്മൾ മറക്കരുത്. പ്രത്യക്ഷത്തിൽ നോക്കിയാൽ പാപത്തിന് ചില ലൗകിക സന്തോഷങ്ങളും പാപത്തിന് ചില നേട്ടങ്ങളും ഒക്കെ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കാം. അത് ജഡവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. എന്നാൽ നിത്യത നോക്കി ജീവിക്കുന്ന ദൈവത്തിന്റെ മക്കളായ നമുക്ക് ജഡത്തിന്റെ ഒരു സന്തോഷത്തെക്കാൾ, ജഡത്തിൽ ലഭിക്കുന്ന ഏതെങ്കിലും നേട്ടത്തെക്കാൾ വീണ്ടെടുപ്പ് പ്രാപിച്ച ഒരു പ്രാണനോടുള്ള ബന്ധത്തിലാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ നയിക്കേണ്ടത്. ഇവിടെയാണ് പലപ്പോഴും ക്രിസ്ത്യാനി പരാജയപ്പെട്ടു പോകുന്നത്. ക്രിസ്ത്യാനി എന്ന് പറയുന്നവൻ ഒരു മതത്തിന്റെ ഭാഗമല്ല. യഥാർത്ഥ ക്രിസ്ത്യാനി സോ കോൾഡ് പേരുകൊണ്ട് ക്രിസ്ത്യാനി ആയതുകൊണ്ട് അവന് നിത്യതയുള്ള ഒരു ദർശനം ഉണ്ടാകണമെന്നോ അല്ലെങ്കിൽ യേശുവിന്റെ വരവിന്റെ പ്രത്യാശ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നോ ഒന്നുമില്ല. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നാം പോലും അറിയാതെ പാപത്തിലേക്ക് വഴുതി വീഴാൻ സാധ്യതയുണ്ട്. പരീക്ഷകളും പ്രലോഭനങ്ങളും നമ്മെ അതിനോട് പങ്കാളിയാക്കുവാനല്ല, അതിനെ ഫലപ്രദമായി ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് കഴിയുമെന്ന് തെളിയിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം കഷ്ടങ്ങളും പരിശോധനകളും വേദനകളും ഒക്കെ തരുന്നത് അവന് അതിനെ അതിജീവിക്കാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ ദൈവം അവന്റെ കൂടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവനെ കൊണ്ട് അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ സാധിക്കുമെന്ന് അവനും ഒരു കോൺഫിഡൻസ് കൊടുക്കാനാണ് പരീക്ഷയിലൂടെ കടത്തിവിടുന്നതെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്ന് ഞാനും നിങ്ങളും വ്യത്യസ്തരാണെന്ന് നമ്മുടെ ജീവിത അനുഭവത്തിലൂടെ നമുക്കൊരു കൺവിക്ഷൻ ലഭിക്കാനാണ്. കാരണം ദൈവത്തിന് നന്നായിട്ട് അറിയാം. ആമേൻ സ്തോത്രം. ഇതിനെ അതിജീവിക്കാൻ അവർക്ക് സാധിക്കും. അവരെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യവുമില്ല എന്ന് ബാബേൽ ഗോപുരത്തിന്റെ വിഷയത്തോടുള്ള ബന്ധത്തിൽ ദൈവം പറഞ്ഞതുപോലെ ഒരു വീണ്ടും ജനിച്ച ദൈവ പൈതലിന് ഇതിനെയൊക്കെ ഓവർകം ചെയ്യാൻ കഴിയും എന്ന് വ്യക്തമായി ദൈവത്തിന് അറിയാവുന്നത് കൊണ്ടും ദൈവം ആ അറിവ് മനുഷ്യന്റെ ജീവിതത്തിലൂടെ അവരെ കൊണ്ടത് സാധിക്കുമെന്ന് കൺവിക്റ്റ് ചെയ്യുവാനും വേണ്ടിയാണ് പരിശോധനകളിലൂടെ കടത്തിവിടുന്നത്. എന്നാൽ പാപ വിഷയത്തിൽ ചെറുത്തുനിൽപ്പ് ഒരു ഈസിയാണെന്ന് നിരൂപിക്കരുത്. അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തെ ഗൗരവമായി ചിന്തിക്കേണ്ടത്. അത് ശക്തമായ ഒരു യുദ്ധതുല്യമായ പോരാട്ടമാണ്. അല്ലെങ്കിൽ ഈ രാത്രി നമുക്ക് ഒരല്പമായിട്ട് ആ വിഷയത്തിലേക്ക് ഒന്ന് കടക്കാം. പാപത്തോടുള്ള ബന്ധത്തിൽ ഹെബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം ഒന്ന് വായിക്കാമല്ലോ. ഹീബ്രൂസ് ചാപ്റ്റർ 12 വേഴ്സ് 4. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്തു നിന്നിട്ടില്ല. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു വാക്ക് വളരെ ശ്രദ്ധിക്കണം. പാപത്തോട് പോരാടുന്നതിൽ
പ്രാണത്യാഗത്തോളം നിങ്ങൾ ഇതുവരെ എതിർത്ത് നിന്നിട്ടില്ല. അതിന്റെ എക്സ്റ്റെന്റ് ഒന്ന് നോക്കുക, അത് ഏതറ്റം വരെ പോകാമെന്നാണ് ആ വാക്യം കാണിക്കുന്നത്. ഒരു വ്യക്തി റിയലായിട്ട് പാപത്തോട് പോരാടി നിൽക്കുമ്പോൾ മരണത്തിന്റെ വക്കോളം അല്ലെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന ഒരു ചെറുത്തുനിൽപ്പാണ് വാസ്തവത്തിൽ പാപ വിഷയത്തിൽ. അതുകൊണ്ടാണ് ഇത് യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇതിന് പാപത്തോട് ചെറുത്തുനിൽപ്പ് ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു സ്ട്രഗിൾ ഉണ്ട്. അതിന്റെ കാരണം പാപത്തോടാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്. പാപത്തിന് പാപത്തിന്റെ ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങൾ നമ്മിലൂടെ എക്സിക്യൂട്ട് ചെയ്യാനാണ് പാപം ശ്രമിക്കുന്നത്. നമ്മൾ പാപത്തെ നിസ്സാരമായി ഒരു ദൗർബല്യമായി കാണാതെ അതൊരു പേഴ്സണാലിറ്റി ആയിട്ട് കാണുക. പാപത്തിന് പാപത്തിന്റെ പേഴ്സണാലിറ്റി ഉണ്ട്, അതിന് രൂപവും ഭാവവും ഉണ്ട്. അത് നമ്മെ കടന്നാക്രമിച്ച് കീഴ്പ്പെടുത്താനാണ് എപ്പോഴും പാപം ശ്രമിക്കുന്നത്. നമ്മെ ഒരു വ്യക്തി കീഴ്പ്പെടുത്താൻ വരുമ്പോൾ അവനോട് മല്ല് പിടിച്ചു നിന്നെങ്കിൽ മാത്രമേ കീഴ്പ്പെടാതെ ഇരിക്കുകയുള്ളൂ. ഇവിടെയാണ് പാപം എന്ന വിഷയത്തോട് ചെറുത്തുനിൽപ്പ് ആവശ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അതാ പൗലോസ് പറയുന്നത്, പാപത്തോടുള്ള പോരാട്ടത്തിൽ പാപ വിഷയത്തിൽ നിങ്ങൾ പ്രാണത്യാഗത്തോളം ഇതുവരെ എതിർത്ത് നിന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതുവരെ അനുഭവിച്ചിരിക്കുന്നത് വളരെ കുറഞ്ഞ ഡെൻസിറ്റിയാണ്. എന്നാൽ അതിന്റെ പീക്കിലേക്ക് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നിത്യതയുമായിട്ടുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകും തോറും ഇതിന്റെ ഡെൻസിറ്റി കുറയുകയല്ല. അതിന്റെ തെളിവ് പറഞ്ഞാൽ നമ്മൾ ഈ ലോകത്തിലേക്കൊന്ന് നോക്കുക. കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ള ക്രൈമോ കഴിഞ്ഞ കാലങ്ങളിലുള്ള പാപമോ അല്ല വർഷങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അത് വർദ്ധിച്ചു വരികയാണ്. പാപത്തിന്റെ പെർസെൻറ്റേജ് ലോകത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വൈറസ് പോലെ ലോകത്തിൽ അത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അത് എത്രയോ വർദ്ധിച്ചു പെരുകിക്കൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത് പോലെ പാപം പെരുകുന്ന ഒരു അനുഭവത്തിലേക്കാണ് ലോകത്തിൽ. എവിടെയും പാപം മനുഷ്യനെ കീഴ്പ്പെടുത്താവുന്ന രീതിയിൽ, അതിൽ വിശുദ്ധനെന്നോ അശുദ്ധനെന്നോ ഇല്ല, ശുശ്രൂഷകനെന്നോ വിശ്വാസിയെന്നോ ഇല്ല. എല്ലാവരെയും, ഈവൻ കർത്താവായ യേശു ക്രിസ്തുവിനെ പാപം സ്വാധീനിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിച്ച അവസരങ്ങളുണ്ട്. എന്നാൽ യേശു പാപത്തെ ജയിക്കാനിടയായി തീർന്നു. നമുക്ക് ഒരു വ്യക്തിയെ പരിചയപ്പെട്ടാൽ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് സുപരിചിതനായ ഒരു വ്യക്തിയാണ് പഴയ നിയമത്തിലെ യാക്കോബിന്റെ പുത്രനായ യോസേഫ്. യോസേഫിന്റെ ലൈഫ് നമ്മളൊന്ന് പഠിച്ചാല് യോസേഫിന്റെ ജീവിതത്തിൽ പാപത്തിന്റെ ഒരു സാധ്യത തെളിഞ്ഞു വന്നു. തന്റെ യൗവനപ്രായത്തിൽ പാപം ചെയ്യാനുള്ള ടെൻഡൻസി, ഒരു യൗവനക്കാരന് തന്റെ ജീവിതത്തിൽ പാപം ചെയ്യാനുള്ള ടെൻഡൻസിയുടെ ഒരു പ്രായമുണ്ട്. പാപത്തിന് പ്രത്യേകിച്ച് പ്രായമൊന്നുമില്ല എങ്കിൽ പോലും ജഡത്തിൽ സ്തോത്രം പാപത്തിന് അവസരം ഒരുങ്ങുകയാണ്. മറ്റെങ്ങുമല്ല, പോത്തിഫറിന്റെ വീട്ടിലാണ്. പോത്തിഫർ വീട്ടിലില്ല. പോത്തിഫറിന്റെ ഭാര്യ അവന്റെ മേൽ ദൃഷ്ടി വെച്ച്, നമുക്ക് ചരിത്രം അറിയാവുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എന്നാൽ യോസേഫ് തന്റെ ജീവിതത്തിൽ ഒരു കാര്യം തീരുമാനിച്ചു, ഞാൻ ഈ മഹാപാതകം ചെയ്ത് ദൈവത്തോട് പാപം ചെയ്യില്ല. സ്തോത്രം. ആ വാക്യം ഒന്ന് വായിച്ചോട്ട്. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല, നീ അവന്റെ ഭാര്യയാകയാൽ നിന്നെ അല്ലാതെ മറ്റു യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. നോക്കുക, യോസേഫ് പറയുകയാണ്, ഞാൻ പോത്തിഫറിനോടല്ല പാപം ചെയ്യുന്നത്. ഞാൻ ഈ അകൃത്യം ഇവിടെ ചെയ്താൽ ഞാൻ എൻ്റെ ദൈവത്തോടാണ് പാപം. തൻ്റെ ഉള്ളിൽ തന്നെ ഭരിക്കുന്ന ഒരു ദൈവഭയം നോക്കുക. ഐ ആം അക്കൗണ്ടബിൾ ടു ഗോഡ്. ഞാൻ ദൈവത്തിന്റെ മുമ്പാകെ കണക്ക് ബോധിപ്പിക്കേണ്ടവനാണ്. സ്തോത്രം. തനിക്ക് അവിടെ പാപം ചെയ്താൽ ആരും അറിയാനില്ല. നമ്മളിതാ മനസ്സിലാക്കേണ്ടത്. തന്റെ ജഡത്തിന് നൈമിഷികമായ സുഖം ലഭിക്കുന്ന പാപം അവിടെ സംഭവിച്ചാലും നോ വൺ ഈസ് ഗോയിങ് ടു സീ ഇറ്റ്. എല്ലാ അനുകൂല ഘടകങ്ങളുമുണ്ട്. അത് മാത്രമല്ല, അവൻ മനസ്സ് വെച്ചാൽ ഇറ്റ് ക്യാൻ ബി കണ്ടിന്യൂഡ്. നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇത് തുടർമാനമായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുവാനുള്ള സാധ്യത ആ ഭവനത്തിലുണ്ട്. എന്നാൽ യോസേഫ് അതിനോട് എതിർത്ത് നിന്നു. ഐ ഡോണ്ട് വാണ്ട് സിൻ. ഞാൻ ദൈവത്തോട് പാപം ചെയ്യില്ല.
എന്റെ യജമാനന്റെ ഭവനത്തിൽ എനിക്കുള്ള സ്വാതന്ത്ര്യത്തെ ഞാൻ ദുരുപയോഗം ചെയ്യത്തില്ല. മറ്റൊരാളുടെ ഇഷ്ടത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ ഈ പാപം ചെയ്യില്ല എന്ന് ഒരു വ്യക്തി തീരുമാനിച്ചപ്പോൾ എന്ത് സംഭവിച്ചു എന്നതിന്റെ ചരിത്രം നമുക്ക് കാണാനിടയാകുന്നുണ്ട്. അവൻ കാരാഗ്രഹത്തിലേക്ക് പോകാനിടയായി. നോക്കുക, ഭവനത്തിൽ എല്ലാവിധ സ്വാതന്ത്ര്യവും അനുഭവിച്ചിരുന്ന യോസേഫ് പാപത്തോട് എതിർത്ത് നിന്നപ്പോൾ, പാപം തന്റെ ജീവിതത്തിൽ അനുവദിക്കാതെ അതിനോട് ചെറുത്ത് നിന്നപ്പോൾ, നമുക്കിതൊരു പാഠമാണ് ദൈവത്തിലെ മക്കളെ. പാപം എത്ര സിവിയർ ആയിട്ടാണ് അവൻ സ്ട്രൈക്ക് ചെയ്യുന്നതെന്ന് നോക്കുക. പോത്തിഫറിന്റെ ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് പോത്തിഫർ അവനെ പിടിച്ച് കാരാഗ്രഹത്തിലിട്ടു. അല്ലെങ്കിൽ എന്തിനു വേണ്ടി യോസേഫിനെ കാരാഗ്രഹത്തിലിട്ടു? പാപത്തോട് താൻ ചെറുത്ത് നിന്ന്. ഇതാണ് എബ്രായ ലേഖനത്തിൽ 12:4 അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പാപത്തോട് പോരാടുന്നതിൽ. പാപം നിങ്ങളെ സ്വാധീനിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ, അതിനോടൊരു വിശ്വാസി ചെറുത്ത് നിൽക്കുമ്പോൾ അവിടെ കഷ്ടമുണ്ട്, അവിടെ വേദനയുണ്ട്, അവിടെ പ്രയാസങ്ങളുണ്ട്. യോസേഫ് അതെല്ലാം അനുഭവിച്ച വ്യക്തിയാണ്. ഏകദേശം 3 വർഷത്തോളം ആ കാരാഗ്രഹത്തിൽ കിടക്കുവാൻ യോസേഫിന് ഈ ഒരു വിഷയം കൊണ്ട് ഇടയായി തീർന്നു. കൃപയാൽ ദൈവിക പദ്ധതിയുടെ ഭാഗമാകൊണ്ട് അവൻ അതിൽ നിന്നൊക്കെ പുറത്തു വന്ന് ആളയച്ച് കാരാഗ്രഹത്തിൽ നിന്ന് ഫറവോൻ അവനെ കൊണ്ടുപോകാനൊക്കെ ഇടയായി. നമ്മൾ അങ്ങോട്ട് കടന്നു പോകുന്നില്ല. നമ്മുടെ വിഷയത്തോടുള്ള ബന്ധത്തിൽ വിശ്വാസികളെ, നാം ഒരു വിശുദ്ധ ജീവിതം ആഗ്രഹിച്ച് പാപത്തോട് എതിർത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നന്മകൾ നഷ്ടപ്പെട്ടേക്കാം. മനുഷ്യർ നമ്മെ വെറുത്തേക്കാം, അല്ലെങ്കിൽ നമുക്ക് ജഡത്തിൽ കഷ്ടം നേരിടേണ്ടി വന്നേക്കാം, സ്വാഭാവികമായി ലഭിക്കേണ്ട പല നന്മകൾ മുടങ്ങിയേക്കാം. എന്നാൽ ഒരു കാര്യം ഉറപ്പിച്ചു കൊള്ളുക, ഞാൻ പാപം ചെയ്യത്തില്ല എന്ന ഹൃദയത്തിൽ തീരുമാനമെടുക്കണം. പാപത്തോടും തിന്മയോടും ഒരു വിരക്തി, അത് കാണുമ്പോൾ, അല്ലെങ്കിൽ അത് കണ്ണിനെ ആസ്വദിപ്പിക്കുന്നതാണെങ്കിൽ പോലും ആ കണ്ണ് പുറകോട്ട് തിരിക്കാനുള്ള ഒരു മനോഭാവം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടായെങ്കിൽ മാത്രമേ പാപം നമ്മെ സ്വാധീനിച്ച് കീഴ്പ്പെടുത്താതെ ഇരിക്കുകയുള്ളൂ. ഹല്ലേലൂയ. ആ ചെറുത്തുനിൽപ്പ് ജീവൻ വരെ നഷ്ടപ്പെടാം. അത് നമ്മെ കീഴ്പ്പെടുത്തുവാനല്ല, നാം അതിനെ കീഴ്പ്പെടുത്തണം. ഹല്ലേലൂയ. പാപം വളരെ ടാർഗറ്റഡ് ആയാണ് പ്രവർത്തിക്കുന്നത്. സ്തോത്രം. നമ്മൾ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, പോത്തിഫറിന്റെ വിഷയം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, വാഗ്ദത്തമുള്ള ഒരു ദൈവ മനുഷ്യനാണ് ഈ പോത്തിഫറിന്റെ വീട്ടിൽ വന്നിരിക്കുന്നത്. നോക്കുക, എക്സാമ്പിൾ നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, തന്റെ നൈമിഷിക സുഖത്തിന് വേണ്ടി യോസേഫ് ഇതിനൊന്ന് പങ്കാളിയായെന്ന് വെക്കുക. നമ്മളെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. എന്താണ് അവിടെ സംഭവിക്കുന്നത്? വഴി തന്നെ തിരിഞ്ഞുപോയി. യോസേഫിനെ ദൈവം നടത്തുന്നത് തന്റെ വാഗ്ദത്തത്തോടു കൂടെയുള്ള വഴിയിലാണ് നടത്തുന്നത്. അതിൽ താൻ മിസ്രയീമ്യർ അല്ലെങ്കിൽ ഇസ്മായേലിയർക്ക് വിളിച്ച് അവൻ ഫറവോന്റെ നാട്ടിൽ എത്തണമെന്നുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അവൻ എത്തിച്ചേർന്നത്. എന്നാൽ നോക്കുക, പാപം അവനെ ടാർഗറ്റ് ചെയ്ത് നോക്കുക. അവനെ വാസ്തവത്തിൽ അവിടെ ആ പാപം കീഴ്പ്പെടുത്തിയിരുന്നെങ്കിൽ ഈ ഒരു വാഗ്ദത്തത്തിൽ അവൻ എത്താൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വാഗ്ദത്തമുള്ള ദൈവത്തിന്റെ മക്കൾ പ്രത്യേകിച്ചും ദൈവം അവരെ അനുഗ്രഹത്തിന്റെ പാതയിൽ എത്തേണ്ട ഇടത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ വാഗ്ദത്തം വാസ്തവത്തിൽ അവരുടെ ജീവിതത്തിൽ ലഭ്യമാകുന്നതിന് തടസ്സമായി വരെ പാപം കടന്നു വന്നേക്കാം. യോസേഫ് ഇവിടെ പാപം ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിച്ചു? അവൻ വാഗ്ദത്തത്തിന്റെ വഴി വിട്ടിട്ട് വേറെ വഴിയിലേക്ക് പോകാനിടയായി. ഇതേ കാര്യമാണ് ഇസ്രായേൽ മക്കൾ മരുപ്രയാണത്തിൽ പാപം ചെയ്തപ്പോൾ അവർ വാഗ്ദത്തം പ്രാപിക്കാതെ മരുഭൂമിയിൽ പട്ടുപോയി. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട ചില കാര്യമുണ്ട്. അതുകൊണ്ടാണ് കോരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിൽ വളരെ നിശ്ചിതമായിട്ട് അപ്പോസ്തലനായ പൗലോസ് പുതിയ നമ്മ വിശ്വാസികൾക്ക് ബുദ്ധിയുപദേശമായി, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ ഫറവോന്റെ നാട്ടിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് വാഗ്ദത്ത നാട്ടിലേക്ക് കടന്നുപോയി എങ്കിലും, അവര് മന്ന ഭക്ഷിച്ചുവെങ്കിലും, അവര് പാറയിൽ നിന്നുള്ള വെള്ളം കുടിച്ചുവെങ്കിലും, അവര് കടലിലും സ്തോത്രം സ്തോത്രം അവര് സ്നാനത്തിലൂടെ മോശയോട് ചേരാൻ ഇടയായിത്തീർന്നു. മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേരാൻ ഇടയായെങ്കിലും അവരെല്ലാവരിലും ദൈവം പ്രസാദിച്ചില്ല. അത് അക്കമിട്ട് അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട് അവരുടെ പാപങ്ങൾ എന്തായിരുന്നു. ദൈവമക്കളോട് പറയട്ടെ, പാപം എന്ന വിഷയം നമ്മുടെ വാഗ്ദത്തത്തിൽ നിന്ന് പോലും നമ്മെ അകറ്റാൻ പര്യാപ്തമായ വിഷയമാണ്. അതുകൊണ്ടാണ് വിശുദ്ധന്മാരായ നാം പാപത്തോട് എപ്പോഴും നിരന്തരമായ ഒരു റെസ്ലിംഗ്,
ആമേൻ. അതുകൊണ്ടാണ് ആയുധമായി ധരിച്ചോളാൻ പറഞ്ഞത്. ഈ ആയുധം വല്ലപ്പോഴും എടുത്ത് ധരിക്കാനല്ല. ആയുധം ആമേൻ വീടിന് പുറത്തോട്ട് പോകുമ്പോഴല്ല, വീട്ടിൽ കഴിയുമ്പോഴും, വീടിന് പുറത്തു പോകുമ്പോഴും, എവിടെ പോകുമ്പോഴും, എവിടെ ആയിരിക്കുമ്പോഴും 24/7 ഈ ആയുധം എപ്പോഴും നമ്മിൽ ഉണ്ടായിരിക്കണം. എന്താണ് ആയുധം? ആമേൻ. പാപത്തോട് എനിക്കൊരു പോരാട്ടമുണ്ട്, ഒരു ചെറുത്തുനിൽപ്പ് എനിക്ക് ആവശ്യമുണ്ട്, അതിന്റെ പിന്നിൽ കഷ്ടമുണ്ട്. ഈ ഒരു തിരിച്ചറിവോടെയാണ് നാം പോകുന്നതെങ്കിൽ ആമേൻ, എതിർത്ത് നിൽക്കുമ്പോൾ വരുന്ന കഷ്ടത്തെ നമുക്ക് വളരെ ഈസി ആയിട്ട് നേരിടാൻ കഴിയും. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ഡെലിബറേറ്റ്ലി ഞാൻ നിങ്ങളെ ചെറുക്കണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ പാപത്തെ ഡെലിബറേറ്റ്ലി ചെറുക്കണം. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ഉൽപ്പത്തി പുസ്തകം 4:7 നമുക്ക് സുപരിചിതമായൊരു വാക്യമാണ്. ജെനസിസ് ചാപ്റ്റർ 4:7. നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്കലേക്കാവുന്നു, നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു. കയീനോട് ദൈവം പറയുന്ന ഒരു വാക്കാണിത്. കയീന്റെ മനോഭാവം ദൈവം മനസ്സിലാക്കിയപ്പോ അവന്റെ ഉള്ളത്തിൽ സാഹസം വന്നു എന്നും അവന്റെ ഉള്ളിൽ കോപം വർദ്ധിക്കുന്നുവെന്നും അതൊരു ഡെഡ്ലി സിന്നിലേക്കാണ് പോകുന്നതെന്നും ദൈവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്റർവീൻ ചെയ്യുന്നത്. നമ്മുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പാപം സംഭവിക്കുന്നതിന് മുമ്പ്, നാം മലിനപ്പെടുന്നതിന് മുമ്പ് നമ്മെ അതിൽ നിന്നും വഴിതിരിച്ചു വിടാറുണ്ട്. നമ്മൾ ചില നാളുകൾക്ക് മുമ്പ് പഠിച്ചു, ദാവീദ് ഇസ്രായേൽ മക്കളെ എണ്ണാൻ ഒരുക്കപ്പെട്ടപ്പോൾ യോവാബ് എന്ന് പറയുന്ന സൈന്യാധിപൻ മുമ്പോട്ട് വന്ന് പറയുന്നുണ്ട്, അല്ലയോ മഹാരാജാവേ, നീ ജനത്തെ എണ്ണരുത്. കാരണം ദൈവം പറഞ്ഞിരിക്കുന്നത് ആകാശത്തിലെ നക്ഷത്രം പോലെയും കടലിലെ കടലത്തെ സ്തോത്രം കടൽ തീരത്തെ മണൽത്തരി പോലെയും ഇസ്രായേൽ വർദ്ധിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ ആലോചനയുടെ മുമ്പിൽ നീ ജനത്തെ എണ്ണരുത്. ആ ഒരു പാപം അവിടെ സംഭവിക്കരുതെന്ന് ദൈവം ആഗ്രഹിച്ചു. ദൈവം അവിടെ യോവാബ് എന്ന മനുഷ്യനെ അവന്റെ ആഗ്രഹത്തിനെതിരായിട്ട് നിർത്തി. ഇവിടെ നോക്കുക, കയീന്റെ മനോഭാവം, അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും പാപം അവന്റെ മേൽ എങ്ങനെയാണ് ദൃഷ്ടി വെച്ചിരിക്കുന്നതെന്നും അതവനെ ഏതെല്ലാം രീതിയിലാണ് വശീകരിച്ച് അവൻ ദൈവത്തിൽ നിന്ന് അകറ്റാൻ പോകുന്നതെന്നും, വാസ്തവത്തിൽ ഈ പാപം കയീനെ അവന്റെ മാതാപിതാക്കളിൽ നിന്നകറ്റി, അവനെ ദൈവത്തിൽ നിന്നകറ്റി, കമ്മ്യൂണിറ്റിയിൽ നിന്ന് പോലും അവൻ അകന്നു പോകാൻ ഇടയാകുന്ന രീതിയിൽ പാപം അവനെ ടാർഗറ്റ് ചെയ്തു. എന്നാൽ പാപം സംഭവിക്കുന്നതിന് മുമ്പേ ദൈവത്തിനോട് പറഞ്ഞു, കയീനെ, നിന്റെ മേൽ താല്പര്യം വെച്ചിരിക്കുന്നു. അപ്പോൾ പാപത്തിന് ആഗ്രഹമുണ്ട്, താല്പര്യമുണ്ട്. ഒരു പേഴ്സണാലിറ്റിയോടെ അവിടെ കാണിച്ചിരിക്കുന്നത്. അതിന്റെ ആഗ്രഹം, ഏതിന്റെ? പാപത്തിന്റെ ആഗ്രഹം നിന്നിലേക്കാകുന്നു. എന്താണ്? നിന്റെ ഉള്ളിലേക്ക് കടന്ന് നിന്നെ കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ് പാപത്തിന്റെ താല്പര്യം. നീ അതിനെ കീഴടക്കണം. എന്തുകൊണ്ടാണ് ദൈവം പറഞ്ഞു? ഇല്ലെങ്കിൽ അത് നിന്നെ കീഴടക്കും. ദൈവമക്കളെ, വാണിംഗ് ദൈവം തരുമ്പോൾ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ ദൈവവചനത്തിലൂടെ ദൈവം ചില ശക്തമായ വാണിംഗ് ചില സമയങ്ങളിൽ ജനത്തിന് നൽകി കൊടുക്കാറുണ്ട്. അത് ജീവിതവുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലാണ്. കാരണം ഞാനും നിങ്ങളും മലിനപ്പെടുന്നതിലോ ഞാനും നിങ്ങളും പാപത്തിന് കീഴ്പ്പെട്ട് അടിമപ്പെട്ടു പോകുന്നതിലോ ദൈവത്തിന് താല്പര്യമില്ല. സ്തോത്രം. നമ്മെ രക്ഷിച്ച ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? പാപത്തിന് നാം കീഴ്പ്പെടുകയല്ല, നാം പാപത്തെ ചെറുത്തു തോൽപ്പിക്കണമെന്നാണ് സ്വർഗത്തിലെ ദൈവത്തിന്റെ ആഗ്രഹം. നമുക്കറിയാം, കയ്യിന് ഇതൊന്നും ചെവിക്കൊണ്ടില്ല. അവന് കൊടുത്ത മുന്നറിയിപ്പോ അവനോടറിയിച്ച ആലോചനയോ ഹൃദയത്തിൽ കൈക്കൊള്ളാതെ അവൻ മുമ്പോട്ട് പോയി. എന്ത് സംഭവിച്ചു? ദൈവം പറഞ്ഞതുപോലെ തന്നെ പാപത്തിന്റെ ആഗ്രഹം അവനിൽ എക്സിക്യൂട്ട് ചെയ്തു. അത് മുഖാന്തരം പാപം അവനെ കീഴ്പ്പെടുത്തി, അവനെ കൊണ്ട് തിന്മ ചെയ്യിപ്പിക്കാനിടയായി. ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കളെ, വിശ്വാസികളായ നമുക്ക് ഈ ചെറുത്തുനിൽപ്പ് ഫലപ്രദമായ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എങ്കിൽ പാപം ഒന്നല്ലെങ്കിൽ വേറൊരു തരത്തിൽ എന്നെയും നിങ്ങളെയും കീഴ്പ്പെടുത്തുവാൻ ഇടയായി തീരും. പാപത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവം ഓരോ വിശ്വാസിയിലും ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. പ്രായോഗിക തലത്തിൽ
പാപത്തെ എങ്ങനെ എതിർത്ത് തോൽപ്പിക്കാം എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ഈ പാപം എന്ന വിഷയത്തിന്റെ എത്ര ക്ലാസ് കേട്ടാലും, അല്ലെങ്കിൽ ഓരോരുത്തരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പാപം അവനെ കീഴ്പ്പെടുത്തിയത് എന്ന് നമ്മൾ എത്ര പഠിച്ചാലും, നമ്മുടെ പ്രായോഗിക തലത്തിൽ പാപത്തെ എങ്ങനെ എതിർത്ത് തോൽപ്പിക്കാം എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. യേശുവിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. കാരണം നമുക്ക് സകലതും പഠിക്കാനുള്ളത് യേശുക്രിസ്തുവിലൂടെയാണ്. അവൻ ഒടുക്കത്തെ ആദാമായിട്ട് ഈ ലോകത്തിൽ വന്നത് തന്നെ ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. എന്ത്? ഒന്നാം ആദാമിന് വന്ന പിഴവുകൾ, ഒന്നാം ആദാമിന് സംഭവിച്ച പരാജയങ്ങൾ. ഒന്നാം ആദാമിനെ പരാജയപ്പെടാനല്ല ദൈവം സൃഷ്ടിച്ചത്. കാരണം ഹി വാസ് സിമിലർ ടു രണ്ടാമത്തെ ആദാം എന്ന് പറഞ്ഞാൽ പാപം ഇല്ലാത്തവനായിട്ടാണ് ദൈവം ആദാമിനെ ഹവ്വയെ സൃഷ്ടിച്ചത്. അവരിൽ പാപമുണ്ടായിരുന്നില്ല. അവൻ കർത്താവായി യേശു ക്രിസ്തുവിൽ അവൻ പാപമില്ലാത്തവനായി ഈ ലോകത്തിൽ വന്നതുപോലെ ഒന്നാമത്തെ ആദമിനും ഹവ്വയ്ക്കും പാപമുണ്ടായിരുന്നില്ല. അവര് മനസ്സ് വെച്ചിരുന്നുവെങ്കിൽ പാപം അവരുടെ ഉള്ളിൽ കടക്കാതെ അവർക്ക് അവരെ തന്നെ സൂക്ഷിക്കാമായിരുന്നു. എനിവേ, നമുക്ക് മുന്നോട്ട് കടന്നു പോകാം. ഇന്ന് നമുക്ക് എങ്ങനെ പ്രായോഗിക തലത്തിൽ ഈ പാപത്തെ ചെറുത്ത് തോൽപ്പിക്കാമെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. യേശുവിനെ കഷ്ടപ്പെടുത്തുന്നതിനും നമ്മുടെ പാപങ്ങൾക്ക് ക്രൂശിൽ ശിക്ഷാ നടപടി നേരിടുന്നതിനും ഇടയാക്കിയ പാപത്തെ, നമുക്കറിയാം യേശു ക്രൂശിൽ കഷ്ടം അനുഭവിച്ചത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ പാപത്തിന് വേണ്ടിയാണ്. യേശു ഒരു പാപവും ചെയ്തിട്ടില്ലെങ്കിലും നമ്മുടെ പാപം ചുമന്നപ്പോൾ നമ്മുടെ പാപത്തോടുള്ള ബന്ധത്തിൽ ഹി വാസ് ബ്രൂയിസ്ഡ് എന്ന് പറഞ്ഞാൽ അവൻ അനുഭവിച്ച സകല കഷ്ടവും എന്റെയും നിങ്ങളുടെയും പാപത്തിന് വേണ്ടിയായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആ പാപത്തെ, അതായത് നമ്മുടെ പാപത്തിന് വേണ്ടി യേശു മരിച്ചതും നമ്മൾ വിശ്വസിക്കുമ്പോൾ ആ പാപത്തെ വീണ്ടും നമുക്കിങ്ങനെ ആസ്വദിക്കാൻ കഴിയുന്നത്. നമ്മൾ ഒരു ഭാഗത്ത് യേശു എനിക്ക് വേണ്ടി പാപസംബന്ധമായി കഷ്ടം സഹിച്ചു എന്ന് വിശ്വസിക്കുമ്പോൾ വീണ്ടും പാപം ചെയ്യുക വഴി നാം പാപത്തെ ആസ്വദിക്കുകയാണ്. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. വെൻ യു സിൻ, അവനെ വീണ്ടും കഷ്ടപ്പെടുത്തുക നമ്മൾ. അവന്റെ ക്രൂശ് മരണത്തിന്റെ സ്തോത്രം, അതിനെ നാം നിസ്സാരമായി കാണുകയാണ്. ഈ ഒരു രീതിയിലാണ് പാപത്തെ നാം വേർതിരിച്ച് കാണേണ്ടത്. എന്റെ പാപം ചുമന്ന യേശു ക്രൂശിൽ കഷ്ടം അനുഭവിച്ചു എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ബൈ ബൈ പറയണം പാപത്തോട്. പാപത്തിന് പിന്നെ നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമില്ല. അവൻ നമ്മുടെ പാപം ചുമന്നൊഴിച്ചു എന്ന് പറയുമ്പോൾ വെറുതെ അങ്ങ് ചുമന്നൊഴിക്കിയാൽ ഹി പെയ്ഡ് ദ പ്രൈസ്. അത് സഫറിങ് ആയാലും ക്രൂസിഫിക്ഷൻ ആയാലും ആ പാപത്തിന്റെ പ്രൈസ് ആണത്, പാപത്തിന്റെ ശിക്ഷയാണത്. അവൻ എന്നെയും നിങ്ങളെയും പാപത്തിൽ നിന്ന് വിടുവിച്ചെടുക്കാൻ അവൻ ജഡത്തിൽ കഷ്ടം അനുഭവിച്ചു. അത് അവന് വേണ്ടിയായിരുന്നില്ല. ആ ഒരു അനുഭവം, ആത്മീയ അനുഭവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വീണ്ടും പാപത്തെ സ്നേഹിക്കാൻ കഴിയും? ഞാൻ പറഞ്ഞത്, നമുക്ക് പലപ്പോഴും ഈ ഡബിൾ സ്റ്റാൻഡേർഡാ ഉള്ളത്. ഒരു ഭാഗത്ത് നമ്മുടെ ഭക്തി വരുമ്പോഴത്തേനും ഭയങ്കര ഭക്തിയാണ്, നമ്മൾ ദൈവസന്നിധിയിലും ഭയങ്കര ഭക്തിയാ, ക്രൂശിന്റെ സ്നേഹമൊക്കെ ഓർക്കുമ്പം എന്തോ ഒരു ഭക്തിയാ. പക്ഷെ പാപ വിഷയം വരുമ്പോൾ അവിടേക്ക് അത് വരുന്നില്ല എങ്കിൽ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം എനിക്ക് പാപത്തിൽ നിന്നും വിടുതൽ തന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അതിന്റെ ആത്മീക അനുഭവത്തിൽ ഞാനും നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ, ഇനി നമ്മുടെ ജീവിതത്തിൽ പാപത്തിന് സ്ഥാനമില്ലെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പൗലോസ് ഈ ഒരു വിഷയത്തെ രക്ഷിക്കപ്പെട്ടവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം നോക്കുക. റോമാലേഖനം 6:2 വായിച്ച, റോമൻസ് ചാപ്റ്റർ 6 വേഴ്സ് 2. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? പൗലോസ് ഒരു ചോദ്യം ചോദിക്കുകയാണ് വിശ്വാസികളോട്, സ്നാനപ്പെട്ടവരോട് ഒരു ചോദ്യം ചെയ്യുക. 6-ാം അധ്യായം നമുക്കറിയാം, സ്നാനത്തോടുള്ള ബന്ധത്തിൽ ദൈവസഭയോട് ചേർക്കപ്പെട്ട വിശ്വാസികളോടാണ് ചോദിക്കുന്നത്. പാപസംബന്ധമായി മരിച്ച നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ പാപത്തിന് എങ്ങനെ നിങ്ങൾ ഇടം കൊടുക്കുന്നു? ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പാപസംബന്ധമായി നാം ഓൾറെഡി മരിച്ചിരിക്കുന്നു. നാം വീണ്ടും പാപത്തിൽ ജീവിക്കുന്നത് എങ്ങനെ? നമ്മുടെ ജീവിതത്തിൽ പാപത്തിന് പിന്നെയും എന്തുകൊണ്ട് ഇടം കിട്ടുന്നു? മരണം സംഭവിച്ചു എന്ന്, കാരണം സ്നാനപ്പെട്ടു എന്ന് പറയുന്ന ഒരു വ്യക്തി പാപസംബന്ധമായി മരിച്ചു.
അവൻ വീണ്ടും പാപത്തിന് കീഴ്പ്പെടുക എന്ന് പറയുന്നത്, ആമേൻ സ്തോത്രം, ഒരിക്കലും ചേർന്ന് പോകാത്ത ഒരു കാര്യമാണ്. കാരണം ദൈവത്തിന്റെ വചനം സത്യമാണ്. ആ വചനം നമുക്ക് തരുന്ന ബോധ്യമുണ്ട്. ആ ബോധ്യപ്രകാരം പാപസംബന്ധമായി മരിച്ച നമുക്ക് ഇനി പാപം തുടർന്ന് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നാം അവന്റെ ക്രൂശ് മരണത്തെ തന്നെ അത് നിസ്സാരവൽക്കരിക്കുകയാണ്. ആ ക്രൂശ് മരണത്തിന്റെ പ്രാധാന്യം തന്നെ നമ്മൾ ഇല്ലായ്മ ചെയ്യുകയാണ്. നമ്മുടെ കർത്താവ് ജഡത്തിൽ കടന്നു വന്നത് ഒരു വലിയ പർപ്പസുമായിട്ടാണ്. നമുക്ക് പലപ്പോഴും അതിന്റെ ആ ഒരു ആഴം മനസ്സിലാകുന്നില്ല. നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നു, യേശു മനുഷ്യനായിട്ട് ലോകത്തിൽ വന്നു, ആദാമ്യ സന്തതിയുടെ പാപത്തിന് വേണ്ടി പരിഹാരത്തിന് ക്രൂശിൽ മരിച്ചു. ഒരു ഓവറോൾ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചങ്ങ് പോവുകയാണ്. ടേക്ക് ഇറ്റ് ആസ് പേഴ്സണൽ, വ്യക്തിപരമായിട്ട് അതിനെ ഒന്നെടുത്ത്, അപ്പോഴാണ് അതിന്റെ വാല്യൂ നമ്മൾ തിരിച്ചറിയാനിടയാകുന്നത്. നമ്മൾ ആസ് എ ഹോൾ മാൻകൈൻഡ് എന്നുള്ള രീതി വിടുക. ഇൻഡിവിജ്വലി എനിക്കും നിങ്ങൾക്കും വേണ്ടി, അതായത് വ്യക്തിപരമായി നമ്മൾ ആ വിഷയത്തെ എടുക്കുമ്പോഴാണ് അത് കൂടുതൽ ഫ്രൂട്ട്ഫുൾ ആയി നമ്മുടെ ജീവിതത്തിൽ ഫലവത്തായിട്ട് നമുക്കത് കാണാൻ കഴിയുന്നത്. ആമേൻ സ്തോത്രം. യേശുവിനെ ജഡത്തിൽ കടന്നു വന്നൊരു പർപ്പസ് ആയിട്ടാണ്. ജഡത്തിൽ പാപസാധ്യതകളുടെ നടുവിൽ മനുഷ്യർ പാപത്തിൽ പരാജയപ്പെട്ട് കിടക്കുമ്പോൾ യേശു അതേ ജഡത്തിൽ പാപത്തെ എന്നേക്കുമായി പരാജയപ്പെടുത്താനാണ് വെളിപ്പെട്ടത്. യേശുക്രിസ്തു ഈ ലോകത്തിൽ ജഡത്തിൽ വെളിപ്പെട്ടതിന്റെ ഒരു പ്രധാന കാര്യം പാപത്തെ എന്നേക്കുമായി പരാജയപ്പെടുത്താനാണ്. ഏത് സാഹചര്യത്തിൽ? മനുഷ്യരെല്ലാം പാപത്തിൽ പരാജയപ്പെട്ട് കിടക്കുമ്പോൾ ഒരു മനുഷ്യനും അതിനെ വിട്ട് പുറത്തു വരാൻ കഴിയാതെ വണ്ണം പാപം അവനെ സ്വാധീനിച്ച് കീഴ്പ്പെടുത്തിയിട്ടിരിക്കുമ്പോൾ യേശു ജഡത്തിൽ വന്നത് പാപത്തിന്റെ സ്വാധീനത്തെ മനുഷ്യനിൽ നിന്ന് എടുത്തു മാറ്റേണ്ടതിനാണ്. ആമേൻ സ്തോത്രം. അത് നമുക്കൊരല്പം വിശദമായിട്ട് ചിന്തിക്കാം. പാപത്തെക്കുറിച്ചുള്ള അജ്ഞതയെ സത്യം പഠിപ്പിച്ചതിലൂടെ യേശു ഈ ലോക ജീവിതത്തിൽ വാസ്തവത്തിൽ ചെയ്തതെന്നാണ് പാപത്തെ എക്സ്പോസ് ചെയ്യുകയായിരുന്നു. യേശു ചെയ്ത ശുശ്രൂഷ നമ്മളെ ആഴത്തിൽ പഠിച്ചാൽ പാപത്തെ യേശു എക്സ്പോസ് ചെയ്തു. പാപം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്താണ് കൊടുക്കുന്നതെന്നും, ആമേൻ സ്തോത്രം, പാപം ഒരു വ്യക്തിയിൽ മോചിക്കപ്പെട്ട് കഴിയുമ്പോൾ അവന്റെ ലൈഫിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളും ദൈവം എന്താണ് അവനിലൂടെ ആഗ്രഹിക്കുന്നതൊക്കെ യേശു തന്റെ ശുശ്രൂഷയിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട്. അതായത് അജ്ഞതയുള്ള ഒരു മനുഷ്യന്, പാപത്തെക്കുറിച്ച് അവയർനെസ് ഇല്ലാത്ത, ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് യേശു ഇനി വരികയാണ്. യേശു വന്നിട്ട് സത്യത്തിന്റെ പരിജ്ഞാനം കൊടുക്കുകയാണ് ജനത്തിന്. എന്താണ് പാപം? എന്താണ് മനുഷ്യനെ ദൈവത്തിൽ നകറ്റുന്നത്? ഈ രീതിയിൽ യേശു എന്ത് ചെയ്തു? അജ്ഞതയെ സത്യം പഠിപ്പിച്ചതിലൂടെയും മനുഷ്യരുടെ മുമ്പാകെ ജീവിച്ച് കാണിച്ചുകൊണ്ടുമാണ് യേശു പാപത്തെ നേരിട്ടത്. നമ്മൾ ശ്രദ്ധിക്കണമേ, യേശു സത്യത്തിന്റെ പരിജ്ഞാനം ജനത്തിന് കൊടുത്തു. അജ്ഞതയുള്ള ജനത്തെ യേശു പഠിപ്പിക്കാനിടയായി എന്താണ് പാപം. അതിന്റെ തെളിവാണ് നമുക്ക് കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതുവരെ ചിന്തിച്ചു വെച്ചുകൊണ്ടിരുന്ന എന്താണ്? യഹൂദന്മാര് കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചാൽ അത് അവനെ എന്താക്കി മാറ്റും? അശുദ്ധനാക്കി മാറ്റി. ഇതാണ് അവർ പഠിച്ചു വെച്ചിരിക്കുന്നത്. അവൻ കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചാൽ അത് അവനെ അശുദ്ധനാക്കും. ഇതായിരുന്നു അവരുടെ പഠനം. എന്നാൽ കർത്താവ് വന്നിട്ട് സത്യത്തിന്റെ പരിജ്ഞാനം കൊടുത്തിട്ട് പറയുകയാണ്, കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചാൽ ഒരുപക്ഷെ ശരീരത്തിൽ രോഗാണു കടന്നിട്ട് ചില രോഗങ്ങൾ വന്നേക്കാം. പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ അശുദ്ധനാക്കുക എന്നുള്ള തിരിച്ചറിവ് യേശു ഈ ലോകത്തിൽ ജഡത്തിൽ കടന്നു വന്ന് പഠിപ്പിക്കുകയായിരുന്നു. അതെന്തിനാ പഠിപ്പിച്ചത്? ആമേൻ. പാപം എന്താണെന്നൊരു അവയർനെസ് കൊടുക്കുകയാണ്. എന്താണ് ഒരു വ്യക്തിയെ, ദൈവമക്കളോട് പറയട്ടെ, ഈ ദൈവത്തിന്റെ വചനം നമുക്ക് ഓൺഗോയിങ് ആയിട്ട് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമാണ് പാപസംബന്ധമായ വിഷയങ്ങളെ കുറിച്ചുള്ള പരിജ്ഞാനം. എന്താണ് നമ്മെയും ദൈവത്തെയും തമ്മിൽ അകറ്റുന്നത്? എന്താണ് വാസ്തവത്തിൽ നമ്മെ അശുദ്ധരാക്കുന്നത്? ഇതൊക്കെ യേശു പറഞ്ഞ വചനത്തിന്റെ പരിജ്ഞാനത്തിലാണ് നാം പാപത്തെ തിരിച്ചറിയുന്നത്. ആമേൻ സ്തോത്രം. അപ്പോൾ യേശു പാപത്തെക്കുറിച്ചുള്ള അജ്ഞതയെ സത്യം പഠിപ്പിച്ചതിലൂടെയും മനുഷ്യരുടെ മുമ്പാകെ ജീവിച്ചു കാണിച്ചുകൊണ്ടുമാണ് യേശു പാപത്തെ നേരിട്ടത്. പാപത്തിന്റെ പരിണത ഫലങ്ങളെ പാപക്ഷമയും രോഗസൗഖ്യവും നൽകിക്കൊണ്ട് മനുഷ്യന്റെ മുമ്പിൽ യേശു വരച്ചു കാട്ടി. ശ്രദ്ധിച്ചു കേൾക്കണമേ, പാപത്തിന്റെ പരിണത ഫലങ്ങളെ
ഒരു വ്യക്തി പാപം ഏതെല്ലാം രീതിയിലാണ് അവനെ സ്വാധീനിച്ച് കീഴ്പ്പെടുത്തുന്നതെന്നും അത് ചില പർട്ടിക്കുലർ വിഷയത്തിലൂടെ സന്ദേശമാണ് യേശു കാണിച്ചത്. ഓരോ വ്യക്തികളുടെ ജീവിതത്തിലെ അത്ഭുതത്തിലൂടെ കോൺഗ്രിഗേഷനെ മുഴുവൻ കാണിച്ചു തരികയാണ് പാപം എന്താണ് വാസ്തവത്തിൽ ഒരു വ്യക്തിയിൽ ചെയ്യുന്നത്. എന്നാൽ കർത്താവ് എന്ത് ചെയ്ത കൂട്ടത്തിൽ പാപക്ഷമ നൽകിക്കൊടുത്തു. പാപക്ഷമ നൽകിക്കൊടുത്തിട്ട് അവരോട് പറയുകയാണ്, നീ പാപത്തിൽ നശിക്കാനുള്ളവനല്ല, നീ തകർന്നു പോകാനുള്ളവനല്ല. കാരണം പാപത്തിന്റെ ഗൂഢലക്ഷ്യം നിന്നെ തകർക്കുക എന്നുള്ളതാണ്. യേശു പറയുകയാണ്, നീ തകരാനുള്ളവനല്ല, നീ ദൈവത്തിൽ നിന്ന് പാപക്ഷമ പ്രാപിച്ച് മരിക്കാനുള്ളവനല്ല, ജീവനിലേക്ക് കടക്കുക. ഇതാണ് യേശു പഠിപ്പിച്ച് ജീവിച്ച് അതാണ് എനിക്കും നിങ്ങൾക്കും ജീവിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായത്. പാപം നമ്മെ കീഴ്പ്പെടുത്തി അടിമപ്പെടുത്തിയിട്ടിരുന്ന സ്ഥാനത്ത് യേശു തന്ന പാപക്ഷമ കൊണ്ടാണ് എനിക്കും നിങ്ങൾക്കും പാപത്തിന്റെ മേൽ ജയമെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അവൻ 2 കാര്യം നമുക്ക് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം വാക്യം, അത് കഴിഞ്ഞിട്ട് 9 തൊട്ട് 11 വരെയുള്ള വാക്യം. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം വാക്യം ആദ്യം വായിക്കുക. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു പക്ഷവാതക്കാരനെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. നമ്മുടെ വിഷയം രോഗസൗഖ്യമല്ല ഇവിടുത്തെ. അവന്റെ ആ കിടപ്പിന്റെ റൂട്ട് കോസ് എന്താണെന്നാണ് യേശു കാണിക്കുന്നത്. അവനെ ഒരു സിക്ക് പേഴ്സൺ ആക്കി മാറ്റിയതിന്റെ റൂട്ട് കോസ് പാപമായിരുന്നു. ഇപ്പൊ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, പാപം ഒരു വ്യക്തിയെ എങ്ങനെ ഏത് നിലവാരത്തിലേക്ക് കൊണ്ടുപോകും. അവൻ ഈ ലോകത്തിൽ എല്ലാം കാണാം, പക്ഷെ പ്രതികരിക്കാനോ എതിർക്കാനോ കഴിയാത്ത രീതിയിൽ അവൻ എന്തായിപ്പോയി? പാപം അവനെ ബന്ധിച്ചു, ഒരു കട്ടിലിനോട് ചേർത്ത് അവനെ അങ്ങ് ഇട്ടു. അവനെ ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഇതാണ് പാപം ഒരു വ്യക്തിയിൽ ചെയ്യുന്നതെന്നാണ് യേശു കാണിച്ചു തരുന്നത്. കട്ടിലിൽ കിടക്കുന്ന കിടപ്പ് രോഗി എല്ലാം അവന് കാണാം, പക്ഷെ അവൻ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അവൻ ഒരു നിശ്ചല ലൈഫാണ് പാപമുള്ള വ്യക്തിയുടെ ജീവിതത്തിൽ. എന്നാൽ കർത്താവ് അവനോട് പറയുകയാണ്, മനുഷ്യപുത്രൻ വന്നത് ആ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നെ സ്വതന്ത്രനാക്കാൻ, ബദ്ധന് വിടുതൽ തരാനാണ് ഞാൻ വന്നത്. നിന്നെ ബന്ധിച്ചിരുന്ന പാപത്തിൽ നിന്നും നിന്നെ ഞാൻ റിലീസ് ചെയ്യുന്നു. ഞാനും നിങ്ങളും കിടപ്പ് അല്ലായിരുന്നുവെങ്കിലും പാപം നമ്മെ ഐസൊലേറ്റ് ചെയ്തിരിക്കുകയായിരുന്നു, ദൈവത്തിൽ നിന്നും അന്യപ്പെടുത്തിയിരിക്കുകയായിരുന്നു. നമുക്ക് ബോധിച്ചതുപോലെ ആടുകളെ പോലെ നാം ഉഴന്ന് നടന്നവരായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്തുകൊണ്ടും അത് നമ്മുടെ ശരിയായിരുന്നു ശരി. അത് ദൈവത്തിന്റെ മുമ്പാകെ ശരിയാണോ തെറ്റാണോ എന്നൊന്ന് ഞാനും നിങ്ങളും ഇന്നലകളിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടോ. ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരിയാണ് ശരി. ഇന്ന് നമ്മൾ നമ്മുടെ ശരിയായിട്ടല്ല നടക്കുന്നത്, ദൈവത്തിന്റെ മുമ്പാകെ എന്താണ് ശരി അത് മനസ്സിലാക്കി ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയെങ്കിൽ പാപം ഒരു വ്യക്തിയെ ജീവിതത്തിൽ നിശ്ചലനാക്കി മാറ്റുകയാണ്. അവൻ ഒരു പുരോഗതിയുമില്ലാത്ത സ്റ്റാൻഡ് സ്റ്റിൽ അനുഭവമാണ് പാപം അവന്റെ ജീവിതത്തിൽ കൊടുത്തത്. കർത്താവ് അവനെ എന്ത് ചെയ്തു? ആ പാപത്തിന്റെ ബന്ധനത്തിൽ അവനെ പുറത്തു കൊണ്ടുവന്നിട്ട് അവനോട് പറയുകയാണ്, നീയും ജീവിക്കണമെന്നുള്ളതാ എൻ്റെ ആഗ്രഹം. നിന്നെ ബന്ധിച്ചിരിക്കുന്ന പാപത്തിൽ നിന്ന് ഞാനിതാ നിന്നെ സ്വതന്ത്രനാക്കുന്നു. അപ്പോൾ ദൈവമക്കളെ, നമ്മൾ കിടപ്പ് രോഗിയല്ല എങ്കിലും പാപം ജീവിതത്തിൽ ഉള്ളിടത്തോളം ആ കിടപ്പ് രോഗിക്ക് തുല്യമാണ് ദൈവം നോക്കുമ്പോൾ. അപ്പോൾ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന പാപക്ഷമ നമ്മെ നിശ്ചല അനുഭവത്തിൽ നിന്ന് ഒരു പുതുജീവനിലേക്ക് അതാണ് നമുക്ക് ഈ ക്രിസ്തീയ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയൊരു നേട്ടം. നമുക്ക് ബോധിച്ച രീതിയിൽ ജീവിച്ച നമ്മെ ദൈവം അതിൽ നിന്നും വിടുവിച്ച് ദൈവത്തിന്റെ വഴിയിലേക്ക് തിരിച്ച് ദൈവാനുഭവത്തോടെ നടത്താനിടയെ. ഇനി അതേ അധ്യായത്തിന്റെ 9 തൊട്ട് 11 വരെ വായിച്ചാൽ. പക്ഷപാതക്കാരനോട്, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്ക എന്ന് പറയുന്നതോ ഏതാവുന്നു എളുപ്പം എന്ന് ചോദിച്ചു. എന്നാൽ ഭൂമിയിൽ പാപങ്ങൾ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട്, എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഇതിനൊരു വലിയ അർത്ഥമുണ്ട്. കർത്താവ് പറയുകയാണ്,
ഭൂമിയിൽ മനുഷ്യപുത്രന് പാപം മോചിക്കാനും പാപത്തിന്റെ ആ കെട്ടുപാടിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ അധികാരമുണ്ടെന്ന് ജനം കാണേണ്ടതിന് അവനോട് പറയുകയാണ്, ഒരു സൈൻ, ഒരു അടയാളം നിനക്ക് ഞാൻ തരിക, നിന്റെ പാപം ഞാൻ മോചിച്ചിരിക്കുന്നു. ഇപ്പൊ കർത്താവായ യേശുക്രിസ്തു പാപം മോചിരിക്കുന്ന പറയുക മാത്രമല്ല, ഒരു സൈൻ അവിടെ കൊടുക്കുക കണ്ടു നിൽക്കുന്ന ജനത്തിന്, അല്ലെങ്കിൽ വരും തലമുറയ്ക്ക്. എന്താണ് അതിന്റെ സൈൻ? കട്ടിലെടുത്ത് നടക്കും. അപ്പൊ കട്ടിലെടുത്ത് നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് അവിടെ കാണുന്നത്? നിന്റെ പാപം എന്ത് ചെയ്തിരിക്കുന്നു? മോചിക്കപ്പെട്ടിരിക്കുന്നു. അതൊരു അടയാളമായി കർത്താവ് അവിടെ കാണിക്കുകയാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ ആ മറ്റൊരു രീതി ചിന്തിച്ചാൽ, കട്ടിൽ അവനെ ഇന്നലെകളിൽ എന്തായിരുന്നു? ആ കട്ടിൽ അവനെ കീഴ്പ്പെടുത്തിയിരിക്കുകയായിരുന്നു കട്ടിലിൽ. ഇപ്പൊ ആ കട്ടിൽ അവൻ തലയിൽ എടുത്തു വെച്ചപ്പോ ഹീസ് ബിക്കം ആൻ ഓവർകമർ. അവൻ അതിനെ അതിജീവിക്കുന്ന വ്യക്തിയായി, അതിൽ നിന്ന് പുറത്തു കടന്ന് അതിന് കീഴ്പ്പെട്ട് കിടന്നവൻ ഇപ്പൊ അവന് കീഴ്പ്പെടാനിടയായി തീർന്നു ആ കട്ടില്. കട്ടിലിന്റെ പ്രത്യേകതയല്ല നമ്മൾ കാണേണ്ടത്. പാപം അവനെ കിടത്തിയിരുന്ന സ്ഥാനത്ത് കർത്താവ് അവനെ എഴുന്നേൽപ്പിച്ചിട്ട് ആമേൻ സ്തോത്രം ജീവിക്കാനുള്ള ഒരു ദിശാബോധം നൽകിക്കൊടുത്ത് അവൻ ക്രിസ്തുവേശു ആ പാപത്തിന്റെ മേൽ എങ്ങനെ വിക്ടറി നിങ്ങൾക്ക് ആ പാപക്ഷമയിലൂടെ ലഭിപ്പാൻ ഇടയായി എന്ന് ഒരു അടയാളം കാണിക്കാൻ ഇടയായി. ഇനി രണ്ടാമത്തെ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 10-11 വാക്യം. യേശു നിവർന്ന് അവളോട്, സ്ത്രീയെ, അവർ എവിടെ? നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുകയില്ല, പോക, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. നമ്മൾ ഇവിടെ ഈ വിഷയത്തെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ന്യായപ്രമാണ പ്രകാരം അവളുടെ പാപത്തിന് അവൾക്ക് എന്താണ് ലഭിക്കേണ്ടത്? മരണമാണ്. അവളെ കല്ലെറിഞ്ഞ് കൊല്ലുക എന്നുള്ളത് മോശ കൊടുത്ത പ്രമാണം. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നുള്ളത് അതിന്റെ അർത്ഥം എന്നാ? പാപം അവളെ മരണത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ പാപം അവളെ എവിടെ കൊണ്ടുചെന്നെത്തിച്ചു? മരണത്തിൽ കൊണ്ടുചെന്നെത്തിച്ചു. സ്തോത്രം. കർത്താവായ യേശു എന്ത് ചെയ്യാനിടയായി? അവളെ ആ പാപത്തിന്റെ കെട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നിട്ട് അവൾക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം എന്താണ്? പാപം ഇനി നിന്നെ തോൽപ്പിക്കരുത്. ഇന്നലകളിൽ പാപം നിന്നെ തോൽപ്പിച്ചതാണ് നിന്നെ എവിടേക്ക് കൊണ്ടുപോയത്? മരണത്തിലേക്ക് കൊണ്ടുപോയതെങ്കിൽ അതേ പാപത്തെ എങ്ങനെ നിനക്ക് ജയിക്കാൻ കഴിയും? പാപം വിട്ടൊഴിഞ്ഞ് ജീവിക്കുക. ഇന്നലകളിൽ ചെയ്ത പാപം അവളെ മരണത്തിലേക്ക് നടത്തിയിടത്തോ യേശു കാണിച്ചു കൊടുക്കുകയാണ്, നീ പാപം വിട്ടൊഴിഞ്ഞാൽ മരണം മാറി നിന്നിൽ എന്ത് വരികയാണ്? ജീവൻ വരികയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ പാപം എന്ന വിഷയം ആത്യന്തികമായി വ്യക്തി എവിടേക്ക് കൊണ്ടുപോകുന്ന? മരണത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവൾ ചെയ്ത പാപം അവളെ മരണത്തിലേക്കാണ്. കല്ലെറിഞ്ഞ് കൊല്ലുന്നത് വഴി അവൾക്ക് മരണമാണ് ലഭിക്കുന്നത്. എന്നാൽ കർത്താവ് പറയുകയാണ്, ആ പാപം നിന്നെ തോൽപ്പിച്ചത് കൊണ്ട് അത് നിനക്ക് മരണമാണ് ലഭിക്കുന്നതെങ്കിൽ ഞാൻ നിനക്ക് ശിക്ഷ വിധിക്കാതെ എന്ത് ചെയ്യുകയാണ്? നിനക്ക് ആ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നെ സ്വതന്ത്രയാക്കുകയാണ്. ഇനി നീ എന്ത് ചെയ്യണം? ഇന്നലകളിൽ നിന്നെ കീഴ്പ്പെടുത്തിയ പാപം, അത് അവളോട് മാത്രമല്ല നമ്മളോടും അതിനകത്ത് സന്ദേശമുണ്ട്. ഇന്നലകളിൽ നിങ്ങളെ സ്വാധീനിച്ച് കീഴ്പ്പെടുത്തിയിരുന്ന പാപം ഇനി നിങ്ങളെ കീഴ്പ്പെടുത്തുകയല്ല, നിങ്ങൾ അതിനെ ജയിച്ച് ദൈവത്തിന്റെ ജീവനിലേക്ക് നടക്കണം. സ്തോത്രം. മൂന്നാമത്തെ ഒരു അനുഭവം യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 14-ാം വാക്യം. അനന്തരം യേശു അവനെ ദൈവാലയത്തിൽ വെച്ച് കണ്ട് അവനോട്, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുതേ എന്ന് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമുക്ക് സുപരിചിതമായ ഒരു സംഭവമാണ്. ബഥസ്ദ കുളക്കടവിൽ 38 വർഷമായി കിടക്കുന്ന കിടപ്പ് രോഗി. ഈ കിടപ്പ് രോഗി അവിടെ കിടക്കുന്നു. സാധാരണ കിടക്കുന്ന രോഗികളുടെ കൂട്ടത്തിൽ ഒരു രോഗിയായി ഇവനും കിടക്കുകയാണ്. അങ്ങനെ കിടക്കുന്ന അവനെ കണ്ടിട്ട് കർത്താവിന് അവനോട് മനസ്സലിവ് തോന്നി. അവനെ സൗഖ്യം കൊടുത്തു. എന്നാൽ തുടർന്ന് അവനെ ദൈവാലയത്തിൽ വെച്ച് കാണുമ്പോൾ കർത്താവായി യേശുക്രിസ്തു അവനോട് പറഞ്ഞ ഈ വാക്ക് വളരെ ചിന്തിക്കേണ്ട ഒരു വാക്യം. ഇവിടെ കർത്താവ് പറയാണ്, നിനക്ക് സൗഖ്യമായല്ലോ.
അധികം തിന്മ എന്ന് പറഞ്ഞാൽ ഹാപ്പൻഡ് ഈസ് ഹാപ്പൻഡ്. ഇതാണ് ആ വാക്കിന്റെ അർത്ഥം. സംഭവിച്ചത് സംഭവിച്ചു. ഇന്നലകളിൽ പാപം നിന്നെ ഈ ഒരു ദുരനുഭവത്തിലേക്ക് കൊണ്ടുപോയെങ്കിൽ ഞാൻ നിന്നെ അതിൽ നിന്ന് എന്ത് ചെയ്തിരിക്കുക? പുറത്തു കൊണ്ടുവന്നിരിക്കുക. ദൈവത്തിന്റെ മക്കളെ, നമ്മളെ ഇത് തന്നെ ചെയ്തിരിക്കുന്നത്. നമ്മെ പാപം ഇന്നലകളിൽ കീഴ്പ്പെടുത്തിയിട്ടിരുന്നത് അജ്ഞതയുടെ പേര് പറഞ്ഞായാലും, അത് വിഗ്രഹാരാധനയുടെ പേര് പറഞ്ഞായാലും, ആമേൻ, നമുക്ക് തോന്നിയ പോലെ നടന്ന പാപം ചെയ്തതിന്റെ പേര് പറഞ്ഞായാലും, ആ ബന്ധനങ്ങളിൽ നിന്ന് കർത്താവ് നമ്മെ പുറത്തു കൊണ്ടുവന്ന് വെച്ച് കിടപ്പ് രോഗിയോട് പറഞ്ഞ അതേ കാര്യം പറയുന്നത്. ആമേൻ, സ്തോത്രം. എന്താ കർത്താവ് പറയുന്നത്? മെയിൻറ്റെയിൻ ഇറ്റ് എന്ന് പറഞ്ഞാൽ, ഇനി നീ പാപം ചെയ്താൽ ആമേൻ എന്താ സംഭവിക്കുന്നത്? മേ ബി സിവിയർ. ഞാൻ നിനക്ക് സ്വാതന്ത്ര്യം തരുന്നതും സൗഖ്യം തരുന്നതും ആ ഡെലിവറൻസ് നീ എൻജോയ് ചെയ്യാനാണ്. ആ എൻജോയ്മെന്റ് നിലനിർത്തേണ്ട ഉത്തരവാദിത്വം നിന്റേത് മാത്രമാണ്. അതിനകത്ത് നമുക്ക് വലിയ സന്ദേശമുണ്ട്. ഒരു ഡെലിവറൻസ് നമ്മിൽ നിലനിൽക്കുക എന്നുള്ളത്, നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. കർത്താവിനോട് പറയാണ്, സൗഖ്യമാക്കാൻ ആർക്കും കഴിയുമായിരുന്നില്ല, ഞാനത് ചെയ്തു തന്നു. ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ദ ഡെലിവറൻസ്, നിനക്ക് ലഭിച്ച ആ ഡെലിവറൻസിനെ നഷ്ടമാക്കി കളയാന്ന് പറഞ്ഞാൽ, ഇഫ് യു സിൻ അഗെയിൻ, അതാണ് അതിന്റെ മീനിങ്. നീ വീണ്ടും പാപത്തിലേക്ക് പോയാൽ ഇനി രക്ഷിപ്പാൻ ആർക്കും സാധ്യമല്ല. ഐ എം ഗിവിങ് യു എ ചാൻസ്. വ്യഭിചാരിനോട് ഇത് തന്നെ പറയുന്നത്. മോശയുടെ നിയമം നിന്നെ നോക്കി മരണം കൽപ്പിക്കുമ്പോൾ ഞാൻ ആ മരണത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക നിന്നെ. ഇനി നീ പാപം ചെയ്താൽ ആ പഴയ മരണത്തിലേക്ക് നീ പോകുന്നത്. ഈ കിടപ്പ് രോഗിയോടും പറയുന്ന ഇതാണ്, നിന്റെ കിടപ്പിൽ നിന്നെ എഴുന്നേൽപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. പാപമാണ് നിന്നെ ബന്ധിച്ചിരുന്നത്. ആ ബന്ധനത്തിൽ ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരുന്നു. അതുകൊണ്ട് ശ്രദ്ധയോടെ ഇനി പാപം ചെയ്യാതിരിപ്പാൻ സൂക്ഷിക്കണം. പാപം ജീവിതത്തിൽ സംഭവിച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥയായിരിക്കുകയല്ല, അധികം തിന്മ. അതാ വാക്കാ നമ്മൾ എടുക്കേണ്ടത്. ഇറ്റ് വിൽ ബി മോർ സിവിയർ എന്ന് പറഞ്ഞാൽ അതിന്റെ അൾട്ടിമേറ്റ് എന്താണ്? നോ വൺ ക്യാൻ ഹെൽപ്പ് യു. നമുക്ക് ഈ സാധ്യതയും ചാൻസും ഇങ്ങനെ കൂടെ കിട്ടിക്കൊണ്ടിരിക്കുമെന്നും ചിന്തിക്കരുതേ. ദൈവം നമ്മെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രരാക്കിയത് വീണ്ടും പോയി പാപത്തിൽ വീഴാനല്ല. പാപത്തെ ജയിച്ച് ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഓട്ടക്കളത്തിൽ ഹഡിൽസ് ചാടുന്നവരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ഹഡിൽസ് ചാടുന്നവര് എയർബോൺ ആകുക. വാസ്തവത്തിൽ നോർമലി ഓടിക്കൊണ്ടിരിക്കുന്നവർ ഓരോ സ്ഥലം വരുമ്പോഴത്തേന് ആ ഹഡിൽസ് ചാടിക്കടക്കുക. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഫിനിഷിംഗ് പോയിന്റ് അടുക്കും തോറും ഹഡിൽസിന്റെ ഫ്രീക്വൻസി എന്ത് ചെയ്യും? അടുത്തടുത്ത് വരും. ആദ്യം ഈ ഹഡിൽസ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ ഫിനിഷിംഗ് പോയിന്റ് അടുക്കും തോറും ചാട്ടത്തിന്റെ ഫ്രീക്വൻസി കൂടും. ഞാൻ ഈ ഭാഗം ഓർക്കുമ്പോൾ പെട്ടെന്നാണ് ഒരു ക്രിസ്തീയ ജീവിതമാണ് കാണിക്കുന്നത്. അവിടെ നമുക്ക് എന്തില്ല, അവിടെ ഒരു സെക്കൻഡ് ഞാനും നിങ്ങൾ ഫെയിലായ തട്ടി താഴെ വീഴും. അതൊരു ഓവർകമ്മിങ്ങിനെ അത് കാണിക്കുന്നത്. ഈ ഹഡിൽസ് എന്ന് പറയുന്നത് സ്വതസിദ്ധമായ ശക്തി കൊണ്ട് നമ്മൾ അതിന്റെ മീതെ കൂടെ എന്ത് ചെയ്യുക? ചാടുകയാണ്. പാപ വിഷയത്തിലും പാപം നമ്മുടെ ജീവിതത്തിൽ ഹഡിൽസ് കൊണ്ടുവരികയാണ്. ദൈവകൃപയിൽ ആശ്രയിച്ച് ഞാനും നിങ്ങളും അതിനെ എന്ത് ചെയ്യുകയാണ്? ഓവർകം ചെയ്യുക, ചാടിക്കടക്കുകയാണ്. നോട്ട് നമ്മുടെ ഓൺ ശക്തി കൊണ്ടല്ല, ദൈവം തരുന്ന കൃപ കൊണ്ടും പരിജ്ഞാനം കൊണ്ടും അവയർനെസ് കൊണ്ടും. ഇതെന്നെ തട്ടി താഴെയിടാനുള്ള സാധനമാണെന്നും ഞാൻ അതിനെ അതിജീവിച്ച് ചെന്നാലേ ഫിനിഷിംഗ് പോയിന്റിലെത്തി എനിക്ക് പ്രൈസ് അടിക്കാൻ പറ്റുള്ളൂ എന്നും ഈ ഓട്ടക്കാരന് ബോധ്യമുള്ളത് കൊണ്ട് അവൻ ചാടുന്നത്. ചാടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവൻ എന്ത് ചെയ്യും? എയർബോൺ ആകും. അവനൊരു പ്രൈസ് മുന്നിൽ വെച്ചിരിക്കുന്നത് കൊണ്ട്, ഒന്നാം സ്ഥാനം വേണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അവൻ അവന്റെ സർവശക്തിയും ഉപയോഗിച്ച്, ദൈവമക്കളെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഈ സർവശക്തിയും ഉപയോഗിച്ചെങ്കിൽ മാത്രമേ പാപത്തോട് ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി വാക്ക് ഓവർ. ഇന്നത്തെ തലമുറയിൽ പാപം എന്ന വിഷയത്തെ വെള്ളം പോലെ മനുഷ്യർ വലിച്ചു കുടിക്കുന്ന ഒരു തലമുറയിൽ
ആമേൻ. ക്രിസ്ത്യാനികളാകട്ടെ, വിശ്വാസികൾ എന്ന് പറയുന്നവരാകട്ടെ, പാപത്തിന്റെ ഗൗരവമൊക്കെ കുറഞ്ഞുപോയി. പണ്ടത്തെ പോലെ പാപത്തിന്റെ ഗൗരവം മനുഷ്യനിലില്ല. ഇത് ദൈവത്തിന്റെ മക്കളെ മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു തിരിച്ചറിവുണ്ടാകട്ടെ. അൾട്ടിമേറ്റ്ലി പാപം മനുഷ്യനെ മരണത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. എന്നാൽ കർത്താവ് പറഞ്ഞ എന്താ? മരണത്തിന് യോഗ്യയായ സ്ത്രീയോടും പാപം ബന്ധിച്ച് കിടന്ന കിടപ്പ് രോഗിയോടും കർത്താവ് പറയുകയാണ്, ഞാൻ അതിൽ നിങ്ങളെ എന്ത് ചെയ്യുന്നു? സ്വതന്ത്രരാക്കുന്നു. എന്തിനു വേണ്ടി? ജീവിക്കാം. പഴയകാല അനുഭവത്തിലാണ് കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ കഴിഞ്ഞു, നിങ്ങൾ അതിൽ തന്നെ പോകും. എന്നാൽ നിങ്ങൾക്കൊരു പുതുക്കം ഞാൻ നൽകി തന്ന ജീവനിലേക്ക് നിങ്ങളെ ഞാനിതാ നടത്തുന്നു. ഹല്ലേലൂയ. ആമേൻ. പാപം വിട്ടകലുക. പാപം ഇനി നമ്മെ തോൽപ്പിക്കരുത്. ഒടുവിൽ പാപത്തിന് മാരകമായ പ്രഹരം ഏൽപ്പിച്ചുകൊണ്ട് ക്രൂശിൽ അതിനെ ആത്യന്തികമായി ദൈവം യേശു കീഴടക്കി. യേശു പാപത്തിന്റെ ശിക്ഷ ജഡത്തിൽ ഏറ്റെടുത്തിരിക്കുകയാൽ ശിക്ഷാവിധിയുടെ തോക്ക് ചൂണ്ടി അതുവരെ പാപം മനുഷ്യനെ അടിമപ്പെടുത്തിയിരുന്നു. പാപം ശിക്ഷാവിധിയുടെ തോക്കാണ് നമ്മുടെ നേരെ എന്ത് ചെയ്യുന്നത്? ചൂണ്ടിക്കൊണ്ടിരിക്കുന്നത്. പാപം നമുക്ക് തരുന്ന ഒരു ചിന്ത എന്താണ്? യു വിൽ ഡൈ. കാരണം പാപം ചെയ്യുന്ന ദേഹി മരിക്കും. അപ്പം ഞാനും നിങ്ങളും പാപത്തിന് മരിക്കേണ്ടിടത്ത് യേശു പാപത്തിൽ മരിച്ചത് കൊണ്ട് നമുക്കുണ്ടാകുന്ന പ്രത്യേകത എന്താ? ആ തോക്ക് ചൂണ്ടിക്കൊണ്ട് നിന്ന ശിക്ഷാവിധിയെ ആര് ചുമന്നു? യേശു ചുമന്നത് കൊണ്ട് ഇത് ഇച്ചിരി ടഫാണ് ദൈവത്തിന്റെ മക്കളെ. ഇതൊരു കവലപ്രസംഗം പോലെ നമുക്ക് ഗ്രഹിക്കാൻ പറ്റില്ല. ഇത് വളരെ ടഫായ ഒരു വിഷയം. കാരണം പാപം എന്ന വിഷയം തന്നെ വളരെ ടഫാണ്. അതെടുത്ത് പഠിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം പാപത്തോട് നമുക്ക് വെള്ളം ചേർക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും തരത്തിൽ അതിനോടൊരു ഈ മസാല ചേർക്കാൻ പറ്റത്തില്ല പാപ വിഷയത്തിൽ. കാരണം അത് ഈ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന പോലെ എവിടെയെങ്കിലും ഒരു ഡോട്ടോ ഒരു സീറോയോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ മൊത്തം പോയി. അതേസമയം മറ്റേത് വിഷയം നമ്മളിപ്പം ഒരു ഡെലിവറൻസിന്റെ വിഷയം പറയുകയാണെങ്കിൽ ഒരു പോയിന്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാലും വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് നമുക്ക് പറയാം. എന്നാൽ പാപം എന്ന വിഷയം, ആ ഒരു വിഷയം വരുമ്പോൾ അവിടെ ഒരു കോംപ്രമൈസ് ഇല്ല, അവിടെ ഒരു കൂട്ടുചേരലില്ല. പാപം എന്ന വിഷയം നമ്മൾ മനസ്സിലാക്കുക. പാപത്തിന്റെ ശിക്ഷാവിധി നമ്മുടെ നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് നിൽക്കുക. പാപം നിന്റെ മേൽ എന്ത് കിടപ്പുണ്ട്? ശിക്ഷാവിധി കിടപ്പുണ്ട്. ഈ ശിക്ഷാവിധിയാണ് യേശു തന്റെ ശരീരത്തിൽ എന്ത് ചെയ്യുന്നത്? വഹിക്കുന്നത് വഴി കർത്താവ് ഈ തോക്ക് ചൂണ്ടുന്നത് എന്ത് ചെയ്തു? നമുക്ക് നേരെയുള്ള തോക്കിനെ യേശുവിന്റെ മേൽ ചുമത്തിയിട്ട് നമ്മെ സ്വതന്ത്രരാക്കി തീർത്തു. ഹല്ലേലൂയ. അതുവരെ പാപം മനുഷ്യനെ അടിമപ്പെടുത്തിയിരുന്നു. പാപത്തിന് മനുഷ്യന്റെ മേലുണ്ടായിരുന്ന ആധിപത്യം യേശു അവസാനിപ്പിച്ചു. ഇനി അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് ലേഖനം എഴുതുമ്പോൾ പുതിയ നിയമ വിശ്വാസികൾക്ക് പഴയ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായി ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. കാരണം പുതിയ നിയമ വിശ്വാസിയെ, യു ആർ നോട്ട് ലൈക്ക് ദ ഓൾഡ് ടെസ്റ്റമെന്റ് സെയിൻസ്. നിങ്ങൾക്ക് ചില പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത? അത് ക്രിസ്തുയേശുവിലൂടെ നമുക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപയുടെ വലിപ്പമാണത്. കാരണം പാപത്തിന്റെ ആധിപത്യം യേശു നമ്മുടെ ജീവിതത്തിൽ അവസാനിപ്പിച്ചു. അതാണ് ഈ വാഴ്ചകളെയും അധികാരങ്ങളെയും എന്നുള്ളത്. ഈ വാഴ്ച എന്നത് പാപമാണ്. നമ്മൾ കൊലോസ്യ ലേഖനത്തിലെ ഒരു വാക്യം കൂടെ പറയാറുണ്ട്. അത് പൈശാചികം മാത്രമല്ല, വാഴ്ചകളെയും അധികാരങ്ങളെയും എന്ത് ചെയ്തു? ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അതിന്റെ മേൽ യേശു ജയോത്സവം കൊണ്ടാടി. ഫോർ ഹും? എനിക്കും നിങ്ങൾക്കും വേണ്ടി. അതിൽ ഈ വാഴ്ച എന്ന് പറയുന്നത് പാപത്തിന്റെ വാഴ്ചയാണ്. ആമേൻ, സ്തോത്രം. അപ്പൊ പാപത്തിന്റെ വാഴ്ച എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ സ്വാധീനം നമ്മുടെ മേലുണ്ടായിരുന്ന അപ്പർ ഹാൻഡിനെ കർത്താവ് എന്ത് ചെയ്തു? അതിന്റെ കുന്തമന കർത്താവ് ഒടിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. അതെന്തിനാണ്? നാം ഇനി അനുവദിക്കാതെ, ഐ റിപ്പീറ്റ് ഇറ്റ്, അൺടിൽ ആൻഡ് അൺലെസ്, പുതിയ നമ്മ വിശ്വാസിയോട് പറയട്ടെ, ഞാനും നിങ്ങളും അനുവദിക്കാതെ പാപത്തിന് നമ്മളെ തൊടാൻ സാധ്യമല്ല. പഴയ നിയമവിശ്വാസിക്ക് അങ്ങനെ ആയിരുന്നില്ല. പുതിയ നിയമവിശ്വാസിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഗിഫ്റ്റ് ആണിത്. കാരണം നമ്മൾ ഇന്ന് എന്തിന് കീഴിലല്ല?
ബലഹീനതയുള്ള ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല, പൂർണ്ണതയുള്ള കൃപയുടെ പ്രമാണത്തിലാണ്. കാരണം ക്രിസ്തു വരുത്തിയ പൂർണ്ണതയിൽ ആ കൃപയുടെ പ്രമാണത്തിൽ നിൽക്കുന്ന നമുക്ക് പാപത്തിന്റെ വശ്യത ഇനി നാം അനുവദിക്കാതെ നമ്മെ കീഴ്പ്പെടുത്താൻ സാധ്യമല്ല. അനുവദിക്കാതെ നമ്മൾ നിൽക്കുന്നതിനെയാ ചെറുത്ത് നിൽക്കുക എന്ന് പറയുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. അപ്പൊ ക്രിസ്തുവേശുവിൽ നമുക്ക് ഡെലിവറൻസ് ലഭിച്ചു. കിടപ്പരോഗിക്ക് കിട്ടിയതുപോലെ നമുക്ക് ഡെലിവറൻസ് കിട്ടി. അല്ലെങ്കിൽ വ്യഭിചാരിണിയെ പോലെ നമുക്ക് ജീവന്റെ ഒരു അവകാശം കിട്ടി. 38 വർഷമായ കിടപ്പരോഗിയെ പോലെ കർത്താവ് നമുക്ക് പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. ഇനി അത് നിലനിർത്തേണ്ട ഉത്തരവാദിത്വം നമ്മുടേത്. നമ്മൾ എന്ത് ചെയ്യണം? പാപത്തോട് എതിർത്ത് നിൽക്കണം, പാപത്തോട് ചെറുത്ത് നിൽക്കണം. നാം ചെറുത്ത് നിന്നാൽ പാപത്തിന് നമ്മെ കടക്കാൻ പറ്റത്തില്ല. ചെറുത്ത് നിന്നില്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ കിടക്കും. അവൻ ഒരു വാക്യം വായിച്ച റോമാലേഖനം 6-ാം അധ്യായം 12 മുതൽ 14 വരെ. റോമൻസ് ചാപ്റ്റർ 6, 12-14. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുതേ. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുതേ. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവീൻ. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. നമ്മൾ വായിച്ച ആദ്യത്തെ വാക്യം ശ്രദ്ധിച്ച, പാപം നിങ്ങളിൽ എന്ത് ചെയ്യരുത്? വാഴരുത്. അപ്പൊ പാപം എന്താണ്? ഒരു വാഴ്ചയാണ്. ഞാൻ മുമ്പേ പറഞ്ഞു, യേശു വാഴ്ചകളെ എന്ത് ചെയ്തു? ആയുധവർഗം വെപ്പിച്ചു. എന്തിനു വേണ്ടി ആയുധവർഗം വെപ്പിച്ചത്? ഇനി നമ്മെ അതെന്ത് ചെയ്യരുത്? വാഴരുത്, റൂള് ചെയ്യരുത്, കീഴ്പ്പെടുത്തരുത്. പാപത്തിന് അതിന്റെ മോഹം അനുസരിക്കുമാറ് നമ്മിൽ അതിന്റെ ഇഷ്ടം എക്സിക്യൂട്ട് ചെയ്യാൻ അനുവദിക്കാതെ അതിനോട് എതിർത്ത് നിൽക്കുവീൻ. ഞാൻ ക്രൂശിൽ അതിന്റെ മേൽ ജയം നിങ്ങൾക്ക് വേണ്ടി നൽകി തന്നത് കൊണ്ട് നിങ്ങൾ അനുവദിക്കാതെ, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്ക് അധീനരാകൊണ്ട് പാപത്തിന് നിങ്ങളുടെ മേൽ ഇനി കർത്തൃത്വം നടത്താൻ സാധ്യമല്ല. Until and unless we permit the sin, sin cannot rule us. ഇതാണ് അതിന്റെ വ്യവസ്ഥ. നമുക്ക് തലവണക്കാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാ ഹൃദയങ്ങളും ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ട്. ഒരു വല്ലാത്ത വിക്കഡ് ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പാപത്തിന്റെ എല്ലാ സാധ്യതകളുമുള്ള, പാപം ചെയ്യാനുള്ള, ചെയ്യിപ്പിക്കാനുള്ള സാധ്യതയുള്ള, പാപത്തിന് വേണ്ടി ആഗ്രഹം ജനിക്കുന്ന ഒരു ശരീരവുമായി ഈ ലോകത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ ക്രിസ്തുവേശു ജഡത്തിലെ ലോകത്തിൽ കടന്നു വന്ന പാപത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്നും നമ്മെ സ്വതന്ത്രരാക്കിയത് ശേഷം മനുഷ്യരെ പോലെ പാപത്തിൽ മരിക്കാനല്ല. ഓൾറെഡി സ്നാനത്തിലൂടെ പാപസംബന്ധമായി നാം മരിച്ചു കഴിഞ്ഞു. ഇനി പാപസംബന്ധമായി മരിച്ച നമ്മളിൽ പാപത്തിന് കർത്തൃത്വമില്ല. പാപം വീണ്ടും നമ്മെ കീഴ്പ്പെടുത്തുന്നുണ്ടെങ്കിൽ നാം ക്രൂശ് മരണത്തിന്റെ ബ്ലെസ്സിങ് എൻജോയ് ചെയ്യുന്നില്ല. ക്രൂശ് മരണത്തിൽ യേശു ക്രിസ്തു പാപ വാഴ്ചയുടെ മേൽ ജയമെടുത്ത് എനിക്കും നിങ്ങൾക്കും അതിനോട് എതിർത്ത് നിൽക്കാനുള്ള കൃപയും ശക്തിയും തന്നത് പാപം ഇനി നമ്മുടെ മേൽ വാഴാനല്ല. കിടപ്പ് രോഗിയോട് പറഞ്ഞത് അതാണ്. ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ യുവർ ഡെലിവറൻസ്. അത് നമുക്കും ബാധകമാണ്. ഞാൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. ആ സ്വാതന്ത്ര്യം നിലനിൽക്കുവാൻ വീണ്ടും അടിമനകത്തിൽ പോയി വീഴാതെ, അധികം തിന്മയായതിലേക്ക് പോകാതെ ലഭിച്ച സ്വാതന്ത്ര്യത്തെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ സിൻ നോ മോർ. സിന്നിന് ഇടം കൊടുക്കരുത്. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ ആയുധമായി ധരിക്കുവാൻ അങ്ങേ ലോകത്തിൽ ജഡത്തിൽ ജീവിച്ചപ്പോൾ പാപം അങ്ങേയും ടാർഗറ്റ് ചെയ്യാൻ ഇടയായി. എങ്കിലും പാപത്തിന് അങ്ങിൽ ഇടമുണ്ടായില്ല.
അങ്ങ് ഈ ലോകത്തിൽ പഠിപ്പിച്ചതും ജീവിച്ച് കാണിച്ചു തന്നതും അനുഭവത്തിലൂടെ ഞങ്ങൾക്ക് നൽകി തന്നതുമായ ആ ദൈവകൃപ, അതിന്റെ ആഴങ്ങളെ തിരിച്ചറിഞ്ഞ് പാപ വിഷയത്തിൽ കർത്താവേ അതിനെ ലാഘവ ബുദ്ധിയോടെ കാണാതെ, പാപം ഞങ്ങളെ നശിപ്പിക്കുന്നതും ദൈവത്തിൽ നിന്ന് അകറ്റുന്നതും മരണത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നതുമാണെന്നുള്ളൊരു തിരിച്ചറിവോടെ ജീവൻ പ്രാപിച്ചവരായ ഞങ്ങളിൽ പാപത്തിന് ഇടമുണ്ടാകാതെ ഞങ്ങളെ തന്നെ സൂക്ഷിപ്പാൻ അത്യുന്നതന്റെ വിത്ത് ഞങ്ങളിൽ വസിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഇനി പാപം ചെയ്ത് ജീവിപ്പാനല്ല, അത് തരുന്ന നൈമിഷിക സുഖങ്ങളിൽ ഞങ്ങൾ വശീകരിക്കപ്പെട്ടു പോകാതെ ദൈവിക സന്തോഷത്തിൽ ജീവിപ്പാൻ കൃപ പകരണമേ. വചനം കേട്ട് എല്ലാവരിലും പരിശുദ്ധാത്മാവ് ഒരു നല്ല ബോധ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ഞങ്ങൾ പല വിഷയങ്ങൾ കേട്ടിട്ട് അത് ഞങ്ങളെ ബാധിക്കുന്നതല്ല, ഇത് മറ്റാർക്കോ വേണ്ടിയാണെന്ന് ചിന്തിച്ചു പോകുമ്പോൾ പാപ വിഷയത്തിൽ എല്ലാവരും അതിനകത്ത് ഒരുപോലെ ആകൊണ്ട് കർത്താവേ, പൗലോസ് പറഞ്ഞതുപോലെ ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും യഹൂദനാകട്ടെ, യവനനാകട്ടെ, ജാതീയനാകട്ടെ, എല്ലാവരും ദൈവ തേജസ്സിൽ നിന്ന് വീണുപോയി. കർത്താവെ, ഞങ്ങൾക്ക് നീ ഉദ്ധാരണം തന്നതും പാപത്തിന്റെ അടിമത്തത്തിൽ നാം വാഴ്ചയിൽ ഞങ്ങളെ സ്വതന്ത്രരാക്കിയതും ഇനി പാപം ഞങ്ങളുടെ മേൽ കർത്തൃത്വം നടത്താനല്ല, ഞങ്ങൾ അതിനെ കീഴ്പ്പെടുത്തി ആ ഹഡിൽസിനെ ചാടിക്കടന്ന് ഡെസ്റ്റിനേഷനിലേക്ക് വേഗത്തിൽ ഓടുവാൻ ഞങ്ങൾക്ക് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ മക്കളെ എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ചിതറിപ്പാർക്കുന്ന കർത്താവേ, വിവിധ ജീവിത സാഹചര്യങ്ങൾ, രോഗങ്ങൾ, വേദനകൾ, കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ ഒക്കെ ഉള്ള പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവേ, നിന്റെ മക്കളെ അവിടുന്ന് സൗഖ്യമാക്കണമേ. അവർക്ക് ആവശ്യമായ നന്മകളെ, അഭിവൃദ്ധിയെ, ഉയർച്ചയെ ദൈവം നൽകണമേ. അവരുടെ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ദൈവം ദാനം തന്നിരിക്കുമ്പോൾ ദൈവത്തെ എപ്പോഴും സ്തുതിപ്പാനും എപ്പോഴും സന്തോഷമുള്ളവരും ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവരും എല്ലാറ്റിനും ദൈവത്തിന് നന്ദി കരയേറ്റുന്നവരുമായി ജീവിപ്പാൻ അവിടുന്ന് കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലിങ്ക് ചെയ്യപ്പെടാൻ കഴിയാതെ പോയ പ്രിയപ്പെട്ടവരെ ഓർത്തും പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെയും അനുഗ്രഹിക്കണം. ഈ രാത്രി ഞങ്ങൾക്ക് അനുവദിച്ച വിശുദ്ധ കൂട്ടായ്മയ്ക്കായി സ്തോത്രം. കർത്താവേ, വചനം ഞങ്ങളിൽ ക്രിയ ചെയ്തുകൊണ്ടിരിക്കണം. അതിന്റെ മാറ്റങ്ങളും വ്യത്യാസങ്ങളും അതിന്റെ പരിവർത്തനവും ഞങ്ങളിൽ നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ദിശാബോധം ഞങ്ങൾക്ക് നൽകി തന്നു ഞങ്ങൾ ആരാണെന്നുള്ള ഒരു ബോധത്തോടെ ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. ഞങ്ങൾ ഇനി ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കുമ്പോഴും നിന്റെ ചിറകിന്റെ മറവിൽ മറയ്ക്കണം. വിശേഷാൽ കർത്താവേ, എക്സാമിന്റെ റിസൾട്ടിന് വേണ്ടി കുഞ്ഞുങ്ങളൊക്കെ കാത്തിരിക്കുന്നു. അവരെയെല്ലാം ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിരാശപ്പെടുത്തരുതേ. അവർക്ക് ഉപരിപഠനത്തിന് ആവശ്യമായ നന്മയുടെ വാതിലുകളെ എന്റെ ദൈവം നല്ലൊരു ഉയർച്ച നൽകിക്കൊടുത്ത് തുടർ പഠനത്തിന് ആവശ്യമായ നന്മ നൽകണമെന്ന് അടിയൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിച്ച വിധങ്ങൾക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന് അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോടും ഭൂലോകം പാടുമുള്ള സകല വിശുദ്ധന്മാരോടും ഗ്രേസ് ആൻഡ് ട്രൂത്ത് ക്രിസ്ത്യൻ മിനിസ്റ്റർ പ്രവർത്തനങ്ങളോടും ഇന്നും എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹം.